വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന KSEB ലിമിറ്റഡിലെ ഓഫീസർമാരുടെ സംഘടനയായ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ 24ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് മാസം എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. സംഘടന കുറേ കാലമായി വ്യവസായത്തിൻ്റെ രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനപക്ഷത്തു നിന്നും വൈദ്യുതി പോലെയുള്ള കുത്തകകൾ കണ്ണുവെച്ചിട്ടുള്ള ഒരു മേഖലയെ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകത്തക്ക വിധത്തിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന ആശയം രാജ്യമെമ്പാടും ചർച്ച ചെയ്യുന്നതിന് മുൻകൈ എടുത്തിട്ടുള്ള സംഘടനയാണ്. എണ്ണത്തിൽ കുറച്ച് ആളുകൾ ഉള്ളൂ എങ്കിലും KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ. നമുക്കറിയാം, നമ്മുടെ കർഷക സമരത്തിൻ്റെ മുദ്രാവാക്യമായി ഇലക്ട്രിസിറ്റി മേഖലയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വരെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിവിധ മേഖലകളിലെ രാഷ്ട്രീയം പറയുക എന്നത് വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. എല്ലാ മേഖലയിലെയും രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അതിനെ എല്ലാം തമസ്കരിക്കത്തക്ക വിധത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വർഗീയമായ ആശയങ്ങൾ പ്രചരിക്കുകയാണ്. അങ്ങനെ വർഗീയമായ ആശയങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ വിവിധ മേഖലകളിലെ ജനകീയ പ്രശ്നങ്ങൾ പറയുന്നതിന് വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സമ്മേളനം അതിൻ്റെ അനുബന്ധ പരിപാടികളായിട്ടുള്ള സെമിനാറുകൾ തീരുമാനിച്ച സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെമിനാർ എന്നുള്ള നിലയിൽ പൊതുമണ്ഡലത്തെ വിഴുങ്ങുന്ന വർഗീയത എന്നുള്ള നിലയിൽ സമസ്ത മേഖലകളിലെയും വിഷയം എന്നുള്ള നിലയിൽ അത്തരത്തിലൊരു വിഷയം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടും കേരളത്തിൽ അക്കാര്യം വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന നമ്മുടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് സ്വരാജിൻ്റെ പേരാണ് ഉയർന്നു വന്നത്. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അതിന് സമ്മതിക്കുകയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഓഫീസേഴ്സ് അസോസിയേഷന് വേണ്ടിയും ഇവിടെ ഈ പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി അദ്ദേഹത്തെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാംസ്കാരിക രംഗത്തെ വർഗീയതയുടെ ഇടപെടലുകളെ സംബന്ധിച്ച് നമ്മുടെ ജില്ലക്കാരനായിട്ടുള്ള അധ്യാപകനും പ്രഭാഷകനും നിരൂപകനും സാംസ്കാരിക പ്രഭാഷകനും പ്രവർത്തകനുമെല്ലാമായിട്ടുള്ള പ്രൊഫസർ അനിൽ ചേലേമ്പ്ര മാഷാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെയും ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തൊഴിൽ മേഖലയിലും ഈ പ്രശ്നം നിൽക്കുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ഈ പ്രശ്നങ്ങളെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി അല്പസമയത്തിനകം നമ്മുടെ ജില്ലക്കാരനായിട്ടുള്ള CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് V ശശികുമാർ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ജയപ്രകാശ് എത്തിയിട്ടുണ്ട്. സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള സഖാവ് അനീഷ് ഉണ്ട്, CS സുനിൽ ഉണ്ട്. ഇത് സോണൽ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ സോണൽ പ്രസിഡൻ്റായിട്ടുള്ള സഖാവ് വിദ്യ എത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി സലീം വന്നിട്ടുണ്ട്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KP അനിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനു വേണ്ടി നല്ല സൗകര്യങ്ങളൊക്കെ ചെയ്തെന്ന് അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമേശ് വേദിയിലുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വർഗ ബഹുജന സംഘടനകളുടെ വിവിധ നേതാക്കന്മാർ, പ്രാദേശിക പൊതുപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരെയും, ഈ ഹാളിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സഖാവ് ജയപ്രകാശൻ PA ക്ഷണിക്കുന്നു.
ആദരണീയനായ ഈ സെമിനാറിൻ്റെ ഉദ്ഘാടകൻ കൂടിയായിട്ടുള്ള ശ്രീ എം സ്വരാജ് അവർകൾ, ഇവിടെ പ്രഭാഷണം നടത്താൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ അനിൽ ചേലേമ്പ്ര, ഇവിടെ അല്പസമയത്തിനകം എത്തിച്ചേരുന്ന CITU-വിൻ്റെ നേതാവായിട്ടുള്ള സഖാവ് വി ശശികുമാർ, ഇവിടെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, സംഘടനയുടെ എല്ലാമായ സംഘടനാ അംഗങ്ങൾ, ബഹുമാന്യരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നത് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ 70%-ലധികം ഓഫീസർമാർ അംഗമായിട്ടുള്ള ഒരു സംഘടനയാണ്. സാമൂഹ്യ താൽപ്പര്യവും സ്ഥാപന താൽപ്പര്യവും അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ, ഓഫീസർമാരുടെ താൽപ്പര്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ 24ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 22, 23, 24 തീയതികളിലായിട്ട് എറണാകുളത്ത് നടക്കുകയാണ്. ഈ സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിൽ 5 സെമിനാറുകൾ വിവിധ മേഖലകളിലായിട്ട് നടക്കുകയാണ്. ആ സെമിനാറുകളുടെ ആദ്യ സെമിനാറാണ് ഇന്നിവിടെ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. വിവിധങ്ങളായ വിഷയങ്ങളാണ് ഈ 5 സെമിനാറുകളിൽ നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് ഉദ്ഘാടനം തന്നെ ആ വിഷയത്തിൽ വേണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ പൊതുമണ്ഡലത്തെ വിഴുങ്ങുന്ന വർഗീയത എന്ന ഒരു ക്യാപ്ഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, അത് ഈ ഒരു സെമിനാറിൽ ആ വിഷയങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി നമ്മോട് സംവദിക്കാൻ ബഹുമാന്യനായ ശ്രീ എം സ്വരാജ് അവർകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റർ എന്നുള്ള രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ ഈ വിഷയത്തിലേക്ക് ആമുഖമായി പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക്, ഉദ്ഘാടന പ്രസംഗവും പ്രഭാഷണവും ചേർന്നുള്ളതിലേക്ക് നേരിട്ട് കടക്കാൻ ആദരണീയനായ ശ്രീ എം സ്വരാജ് അവർകളെ ഉദ്ഘാടനത്തിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ എറണാകുളത്ത് വെച്ച് ചേരുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി സംഘടിപ്പിക്കപ്പെട്ട സെമിനാറിൻ്റെ ഉദ്ഘാടനം എന്ന നിലയിൽ, ഉദ്ഘാടനം എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം മാഷിവിടെ ഉണ്ട്, എനിക്ക് തോന്നുന്നു ഔപചാരികമായ തുടക്കമെന്നോ മറ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ പ്രസംഗം ഈ സെമിനാറിൻ്റെ ഒരു ഔപചാരിക തുടക്കം എന്ന് കണക്കാക്കിയാൽ മതി. വിഷയത്തെ സംബന്ധിച്ചെല്ലാം പണ്ഡിതോചിതമായി അനിൽ മാഷ് വിശദീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നത് ജനാധിപത്യ രാഷ്ട്രം എന്നതിനേക്കാൾ ഇന്ത്യയുടെ മതനിരപേക്ഷ സ്വഭാവമാണ്. അതാണ് ഒരർത്ഥത്തിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വർഗീയതയ്ക്ക് വേരുകളില്ല എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുമുണ്ട്. അത് ഒട്ടൊക്കെ ശരിയുമാണ്. രാജ്യചരിത്രത്തിലേക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഇന്ത്യ ഭരണഘടനാപരമായി തന്നെ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി മാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മതനിരപേക്ഷത എന്ന മൂല്യത്തെ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇപ്പം സമീപകാലത്ത് ഉയർന്നു വന്ന ഒരു വിവാദ വിഷയമെന്ന പോലെ ഉയർത്തിക്കൊണ്ടുവരാൻ ചില പ്രത്യേക കേന്ദ്രങ്ങൾ ശ്രമിച്ചത് ഭരണഘടനയുടെ ആമുഖത്തിലെ മതനിരപേക്ഷത എന്ന പദം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എഴുതി ചേർക്കപ്പെട്ടതാണ് എന്നതാണ്. അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഒരു ഔദാര്യം എന്ന പോലെ ചാർത്തപ്പെട്ട പദമല്ല മതനിരപേക്ഷത.
ആ ഭേദഗതിക്ക് മുൻപും രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ പ്രതിഫലിപ്പിക്കപ്പെട്ട വെളിച്ചം മതനിരപേക്ഷതയുടെ വെളിച്ചമാണ്. ഇന്ത്യൻ ഭരണഘടന സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഭരണഘടനയുടെ മുഖ്യ ചാലകശക്തിയായി നിലകൊള്ളുന്ന ആശയം അത് ജനാധിപത്യവും മതനിരപേക്ഷതയുമാണ് എന്ന് വ്യക്തം. പ്രത്യേകമായി ആ പദം എടുത്ത് മുഖവുരയിൽ ചേർത്തിട്ടുണ്ടാവാം പിൽക്കാലത്ത്. അതിനു മുൻപും ഭരണഘടനയിൽ നിറഞ്ഞു നിന്ന ആശയം മതനിരപേക്ഷതയുടെ ആശയം തന്നെയാണ്. അങ്ങനെ ഒരു ഭരണഘടനയായി ഇന്ത്യയുടെ ഭരണഘടന മാറാൻ കാരണം ഭരണഘടന പിറവി കൊള്ളുന്നതിനും മുൻപ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും മുൻപ്, അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന പദം പിറക്കുന്നതിനും മുൻപ് പിൽക്കാലത്ത് മതനിരപേക്ഷത എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയ ആശയം നമ്മുടെ രാജ്യത്ത് പ്രബലമായിരുന്നു എന്നതുകൊണ്ടാണ്. വർഗീയമായ ചേരിതിരിവുകൾക്കോ വർഗീയമായ താല്പര്യങ്ങൾക്കോ അങ്ങനെ വലിയ ഇടമുള്ള ഒരു രാജ്യമായിരുന്നില്ല നമ്മുടേത്. എഴുതപ്പെട്ട രാജ്യത്തിൻ്റെ ചരിത്രത്തിലെവിടെയും നമുക്ക് അത്തരം അപകടങ്ങളുടെ വലിയൊരു സ്വാധീനം കാണാനുമാവില്ല എന്നതാണ് വസ്തുത. അങ്ങനെ ഒരു രാജ്യം പിന്നെങ്ങനെയാണ് വർഗീയതയ്ക്ക് നല്ല സ്വാധീനമുള്ള ഒരു രാജ്യമായി മാറിയത് എന്ന പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമീപകാല ചരിത്രം, ഏതാനും നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ദൃഢമായ മതനിരപേക്ഷ മൂല്യബോധം പരിക്കേൽക്കാതെ നമ്മുടെ രാജ്യത്ത് നിലനിന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏതാണ്ട് 2 നൂറ്റാണ്ടോളം കാലം ബ്രിട്ടീഷ് ആധിപത്യം തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായി. അത്രയും കാലം ബ്രിട്ടൻ നമ്മുടെ രാജ്യത്തെ ഭരിച്ചു. ആദ്യം കമ്പനിയും പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും നമ്മെ അടക്കി വാണു. ഈ കാലയളവിലുടനീളം ചെറുതും വലുതുമായ സ്വാതന്ത്ര്യ സമരങ്ങൾ രാജ്യത്തെമ്പാടും ഉണ്ടായി. നൂറുകണക്കിന് വരുന്ന മനുഷ്യർ, ധീരദേശാഭിമാനികൾ ജീവത്യാഗം വരിക്കേണ്ടതായി വന്നു, രക്തസാക്ഷികളായി. ഈ കാലയളവിലെല്ലാം ബ്രിട്ടന് വേണ്ടി, കമ്പനിക്ക് വേണ്ടി ഇന്ത്യയിൽ ഭരണനിർവഹണം നടത്തിയവരാരായിരുന്നു? മതപരമായി പരിശോധിച്ചാൽ എല്ലാവരും ക്രൈസ്തവരല്ലേ. ഇംഗ്ലണ്ടിൽ നിന്നൊരു നായർ ഇന്ത്യ ഭരിക്കാൻ വന്നിട്ടുണ്ടോ? ചരിത്രത്തിലെവിടെയും അങ്ങനെ ഇല്ലല്ലോ. വന്നവരെല്ലാം ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിന്നവരാണ്. അത് മൗണ്ട് ബാറ്റൺ മുതൽ പുറകിലേക്ക് എടുത്താൽ എല്ലാവരും അങ്ങനല്ലേ. മൊണ്ടേഗും, ജംസ്ഫോർഡും, ഇർവിങ്ങും, കാണിങ്ങും, നമ്മുടെ ഇവിടേക്ക് വന്ന ഹിച്ച്കോക്കും ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ വിശ്വാസ സംബന്ധമായി പരിശോധിച്ചാൽ. ഇന്ത്യയിലെ ക്രൈസ്തവ ജനസംഖ്യ അന്ന് എത്ര ശതമാനം ഉണ്ടാവും? വളരെ തുച്ഛമായിരിക്കും. 1-2% ഉണ്ടായാലായി. പക്ഷേ ബ്രിട്ടനെതിരെ രാജ്യമെമ്പാടും ആർത്തിരവിയ സമരമുഖങ്ങളിൽ എവിടെയെങ്കിലും ബ്രിട്ടീഷുകാരുടെ മതം ഒരു സമരമുദ്രാവാക്യമായി ഉയർത്തിയിട്ടുണ്ടോ? അതാണ് നാം നോക്കേണ്ടത്. എവിടെയും കാണാനാവില്ല. ക്രിസ്ത്യാനികളായ ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കാൻ എന്തവകാശം എന്ന ചോദ്യം രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമരമുഖത്തെ ആവേശം കൊള്ളിപ്പിച്ചതായി നമ്മൾ എവിടെയും വായിച്ചിട്ടുമില്ല. ബ്രിട്ടൻ്റെ മതം നമുക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകണം എന്ന ആവശ്യത്തിൻ്റെ പിന്നിൽ ഇന്ത്യയിലെ ക്രൈസ്തവരും അടിയുറച്ചു നിന്നു. സമരോത്സുകമായ ഒരു മതനിരപേക്ഷ ബോധം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ബ്രിട്ടനെതിരെ പൊരുതുമ്പോഴും അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും അവരുടെ ആയുധങ്ങളുടെ മുന്നിൽ ഇന്ത്യക്കാർ രക്തസാക്ഷിത്വം വരിക്കുമ്പോഴും വധശിക്ഷയ്ക്കും നാടുകടത്തലിനും കാരാഗ്രഹവാസത്തിനുമെല്ലാം ഇരയാക്കപ്പെടുമ്പോഴും പക്ഷെ ബ്രിട്ടൻ്റെ മതം നമുക്കൊരു മുദ്രാവാക്യമായി രൂപപ്പെടുത്തിയെടുക്കേണ്ടി വന്നിട്ടില്ല. ആ മതത്തെ തൊട്ട് കളിച്ചിട്ടേയില്ല. മതവും മതവിശ്വാസവുമെല്ലാം വ്യക്തിയുടെ സ്വകാര്യതയാണെന്നും രാഷ്ട്രീയമായ കാര്യങ്ങളിൽ കൂട്ടിക്കലർത്തേണ്ട ഒന്നല്ല എന്നുമുള്ള വിവേകം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത.
ഇതിന് സമാനമായ ഒട്ടേറെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്കെല്ലാം വിശദമായി കടന്നു പോകണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വാതന്ത്ര്യാനന്തരം പാർലമെന്ററി ജനാധിപത്യം ഇന്ത്യയിൽ നടപ്പായപ്പോൾ തെരഞ്ഞെടുപ്പും മതവിശ്വാസവും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്നുവോ എന്ന പരിശോധനയും കൗതുകകരമാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1952-ലാണ്. ആദ്യ നെഹ്റു മന്ത്രിസഭയിൽ തന്നെ 47-ലെ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിൽ തന്നെ സുപ്രധാനമായ വകുപ്പുകളുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ആദ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോൾ കോൺഗ്രസിനകത്ത് ഒരു ചർച്ച ഉയർന്നു വന്നു അത്രേ. ആസാദിനെ പോലെയുള്ളവർ എന്തായിരുന്നാലും പാർലമെൻറ്റിൽ ഉണ്ടാവണം, അതുകൊണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതമായി വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം വേണം. അപ്പം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കണം അബുൽ കലാം ആസാദ് എന്ന ചർച്ച ഉയർന്നു വന്നു. എന്നാൽ ആ നിർദ്ദേശത്തെ അതിശക്തമായി എതിർത്തത് ആസാദ് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ താൻ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് പിന്നെ എന്തു വില എന്ന് അദ്ദേഹം ചോദിച്ചു അത്രേ. ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മത്സരിക്കാനായി തിരഞ്ഞെടുത്തത്, കോൺഗ്രസ് അദ്ദേഹത്തെ മത്സരിക്കാൻ നിയോഗിച്ചത് അംബാലയിലാണ് എന്നാണ് തോന്നുന്നത്. അംബാലയിലെ അന്നത്തെ ജനസംഖ്യയിൽ അങ്ങനെ ഗണ്യമായ ഒരു ശക്തിയേ ആയിരുന്നില്ല മുസ്ലിങ്ങൾ. അവിടെ മത്സരിച്ചാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ മതപരിഗണന ഒരു സ്വാധീനവും ചെലുത്തിക്കൂടാ എന്ന ചിന്തയാണ് മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ള ദേശീയ നേതാക്കന്മാരെ അന്ന് നയിച്ചത് എന്ന് നാം കാണണം. അതൊരു മഹത്തായ ബോധമാണ്. തുടർന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക്, വിവിധ സംസ്ഥാന നിയമസഭകളുടെ നേതൃത്വത്തിലേക്ക് ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, നിയോഗിക്കപ്പെട്ടവർ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ശക്തിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല എന്നതാണ് പ്രത്യേകത. വളരെ തുച്ഛമായ ശതമാനം മുസ്ലിങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഒരു കാലത്ത് ബീഹാർ. ആ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ നേതാവിൻ്റെ പേര് ഒരിക്കൽ ഒരു കാലത്ത് ഡോക്ടർ അബ്ദുൾ ഗഫൂർ എന്നായിരുന്നു. ഇത് ബീഹാറിൻ്റെ മാത്രം ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. ഏതാണ്ട് അതുപോലെ മറ്റൊരു സംസ്ഥാനം രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവിൻ്റെ പേര് ബർക്കത്തുള്ള അലി ഖാൻ എന്നായിരുന്നു. ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയുടെ പ്രഭവ കേന്ദ്രമെന്ന് പലരും ആലങ്കാരികമായി വിശേഷിപ്പിക്കുന്ന മഹാരാഷ്ട്രയിൽ ഒരിക്കൽ മുഖ്യമന്ത്രിയായത് ഡോക്ടർ അബ്ദുറഹിമാൻ അന്തുലെ എന്ന കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായ സംസ്ഥാനം ആസാമാണ്. ആസാം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമല്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഡോക്ടർ സൈദ അൻവർ തൈമൂർ അവരായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ തൊട്ടടുത്ത് പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രിയായി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവായിരുന്നു MOH ഫാറൂഖ്. പിന്നീട് അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായി വന്നു. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേരളവും അത്തരത്തിലുള്ള അനുഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. 37-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായ മലയാളിയുടെ പേര് AK ആന്റണി എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ത്യയുടെ പ്രസിഡന്റായി, പ്രധാനമന്ത്രിയായി ഒക്കെ വന്നവർ. മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ഏറ്റവും ചെറു ന്യൂനപക്ഷ വിഭാഗത്തിൽ ജനിച്ച ഒരാളായിരുന്നല്ലോ. ഫക്രുദ്ദീൻ അലി അഹമ്മദും ഡോക്ടർ സാക്കിർ ഹുസൈനും ഒക്കെ ഇന്ത്യയുടെ പ്രസിഡന്റുമാരായി. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യം എത്രയെല്ലാം കുറവുകൾ, പരിമിതികൾ ഉണ്ടെങ്കിലും ഒരു കാലത്ത് അതിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. അവിടെ എവിടെയും താക്കോൽ സ്ഥാനത്തൊരു ഭൂരിപക്ഷ സമുദായക്കാരൻ വേണം എന്ന വർഗീയ സ്പർശമുള്ള ആവശ്യം ഉയർന്നു വന്നതായി നാം കേട്ടിട്ടില്ല ചരിത്രത്തിൽ. വോട്ട് ചെയ്യുമ്പോൾ ജാതിയും മതവും നോക്കണം എന്ന നിലയിൽ നീണ്ട കാലം ഇന്ത്യ ചിന്തിച്ചിരുന്നതേ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ജാതിക്കും മതത്തിനും അതീതമായി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും
അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും മതവും വിശ്വാസവുമെല്ലാം വ്യക്തിയുടെ സ്വകാര്യതയാണെന്നും അതിന് ആ ഒരു പ്രസക്തി മാത്രമേ ഉള്ളൂ എന്നും ശരിയായി തിരിച്ചറിയാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ ചരിത്രം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യവും നമ്മുടെ നാടും എത്രമാത്രം മതനിരപേക്ഷമായ മൂല്യങ്ങളെ പരിക്കേൽക്കാതെ സംരക്ഷിച്ചിരുന്നു എന്നതിന് 1000 അനുഭവങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട്. ഇപ്പോഴും വർഗീയ താല്പര്യങ്ങളോടുകൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 921 മലബാർ സമരം. എന്നാൽ 1921 സമരത്തെയാണ് പ്രത്യേകമായി ചരിത്രം അങ്ങനെ മലബാർ സമരം എന്ന പേരിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, സംഘർഷങ്ങൾ, കലാപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനെയെല്ലാം കൂടി ചേർത്താണ് സത്യത്തിൽ വിശാലമായ അർത്ഥത്തിൽ മലബാർ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ 921 ശേഷം പ്രത്യേകമായ ലക്ഷ്യത്തോടെ ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ 21 സംഭവവികാസങ്ങൾ മാത്രമായി ചുരുങ്ങുകയാണ് ചെയ്തത്. എന്നാൽ അതിനെല്ലാം മുൻപ് തന്നെ അടിക്കടി മലബാറിലുണ്ടാവുന്ന ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വില്യം ലോഗനെ തന്നെ അത് പഠിക്കാൻ, അതിനെ സംബന്ധിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ബ്രിട്ടീഷ് ഭരണ നേതൃത്വം ചുമതലപ്പെടുത്തുന്നുണ്ട്. മലബാർ മാനുവൽ എഴുതിയ വില്യം ലോഗൻ തന്നിൽ അർപ്പിക്കപ്പെട്ട ചുമതല ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മലബാറിലെ നിരന്തരമായ സംഘർഷങ്ങളുടെ കാരണം ഇവിടുത്തെ കാർഷിക ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ് എന്ന് സംശയത്തിനിട കൊടുക്കാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ കാർഷിക പ്രശ്നങ്ങളാണ്, ഇവിടുത്തെ ജന്മിക്കുടിയാൻ പ്രശ്നങ്ങളാണ്, ഭൂബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അതാണ് ഈ സംഘർഷങ്ങളുടെ കാരണം എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. 21 കാര്യമല്ല, അതിനൊക്കെ വളരെ മുമ്പുള്ള കാര്യം. പക്ഷെ അത് ബ്രിട്ടന് സ്വീകാര്യമായില്ല. അന്ന് വർഗീയമായി ഇവിടെ ചേരിതിരിവുണ്ടാക്കാനും അങ്ങനെ ഇന്ത്യയുടെ ഐക്യം തകർക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമാണ് ബ്രിട്ടൻ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്താൻ, മുകളിലുള്ളവരുടെ ഇംഗിതമനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ലോഗനും തയ്യാറായില്ല. അങ്ങനെയാണത്രേ അദ്ദേഹത്തെ സിവിൽ സർവീസിൽ നിന്ന് ജുഡീഷ്യൽ സർവീസിലേക്ക് മാറ്റുകയും ഇവിടെ നിന്നും കടപ്പയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത് എന്നാണ് ചരിത്രം. അതിനെ തുടർന്ന് പിന്നീട് ലോഗൻ ജോലി തന്നെ രാജിവെക്കുകയും സ്കോട്ട്ലാൻഡിലേക്ക് മടങ്ങിപ്പോവുകയും കർഷകനായി ജീവിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. പറഞ്ഞു വന്നത്, സത്യസന്ധമായ പഠനം, പരിശോധന നടത്തിയിട്ടുള്ളവരെല്ലാം നമ്മുടെ നാട്ടിൽ അക്കാലത്ത് ഉയർന്നു വന്ന പല സംഘർഷങ്ങളുടെയും അടിസ്ഥാന കാരണം പിൽക്കാലത്ത് പലരും പ്രചരിപ്പിക്കുന്നത് പോലെ വർഗീയമായ പ്രശ്നങ്ങളല്ല, വിശ്വാസപരമായ പ്രശ്നങ്ങളല്ല, അത് കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ ജില്ലയെ തന്നെ തെറ്റായി പലരും പല താല്പര്യങ്ങളോടെ ഉപയോഗിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കിടയിലും യഥാർത്ഥ ചരിത്ര സത്യം, ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളെയെല്ലാം പ്രതിരോധിക്കാൻ കെൽപ്പുള്ള വിധം ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. ഞാൻ പറഞ്ഞു വന്നത്, മതനിരപേക്ഷമായ ഒരു മൂല്യബോധത്തെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ രാജ്യം എന്നു മുതലാണ് പിന്നെ വർഗീയമായ സ്വാധീനങ്ങൾക്ക് വഴിപ്പെടാൻ ആരംഭിച്ചത്? തീർച്ചയായും അത് സംഘപരിവാരത്തിൻ്റെ ദീർഘകാല പദ്ധതിയുടെ കൂടി ഭാഗമായിട്ടാണ്. 925 RSS രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ സവിശേഷ സാഹചര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ അന്നു മുതൽ RSS ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഈ ഒക്ടോബറിൽ 100 കൊല്ലം തികയും. രൂപീകരണത്തിൻ്റെ 100ാം വർഷം ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുക എന്നതായിരുന്നു RSSൻ്റെ ലക്ഷ്യം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം ലഭിച്ചിരുന്നുവെങ്കിൽ
ഇന്ത്യ ആ അപകടത്തിന് സാക്ഷിയാകുമായിരുന്നു എന്ന് വേണം ന്യായമായും ബലമായും ഊഹിക്കാൻ. മതരാഷ്ട്രമാക്കി മാറ്റുമ്പോൾ നിലവിലുള്ള ഭരണഘടന മാറ്റി പുതിയൊരു ഭരണഘടന കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അതിന് കൊടിയ വർഗീയവാദികളായ ഒരു കൂട്ടം സന്യാസിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു അത്രേ. മനുസ്മൃതിയെ ആധാരമാക്കി ഒരു പുതിയ ഭരണഘടന, മതരാഷ്ട്രത്തിൻ്റെ ഭരണഘടന, അതിൻ്റെ കരടെല്ലാം തയ്യാറാക്കി RSS ആസ്ഥാനത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ചാതുർവർണ്ണ്യാടിസ്ഥാനത്തിലുള്ള മതരാഷ്ട്രത്തിൻ്റെ ഭരണഘടന വരെ തയ്യാറാക്കി 2024 തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു. ജയിച്ചെങ്കിലും ജയിച്ചവരെ ഒട്ടും പ്രചോദിപ്പിക്കാത്ത, ആഹ്ലാദിപ്പിക്കാത്ത ഒരു വിജയമായി 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം മാറി. സഖ്യകക്ഷികളുടെ ഉറപ്പില്ലാത്ത പിന്തുണയുടെ മാത്രം അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭരണഘടന പൊളിച്ചെഴുതാൻ, മാറ്റിപ്പണിയാൻ ഇപ്പോൾ അവർക്ക് സാധിക്കില്ല. അപ്പോൾ അവർ ക്ഷമയോടെ വീണ്ടും കാത്തിരിക്കുകയാണ്. നമുക്കത് ഭാവിക്ക് വിടാം. പക്ഷെ പറഞ്ഞു വന്നത്, മതരാഷ്ട്രം എന്ന കാഴ്ചപ്പാടോടെ ഈ 100 കൊല്ലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് RSS. അവർ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വർഗീയമായി ഇന്ത്യയെ ചേരിതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. ആദ്യകാലത്ത് അതിൻ്റെ അപകടം എല്ലാവരും വേണ്ട വിധത്തിൽ ആഴത്തിൽ ഗ്രഹിച്ചുവോ എന്നത് സംശയമാണ്. പ്രൊഫസർ ബിപിൻ ചന്ദ്രയെ പോലെയുള്ള ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ദേശീയ പ്രസ്ഥാനം, നെഹ്റു ഉൾപ്പെടെയുള്ള അതിൻ്റെ നേതാക്കന്മാർ ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരം തീക്ഷ്ണമായി ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വർഗീയത മൃതിയടഞ്ഞുകൊള്ളും എന്ന് കരുതി. ബിപിൻ ചന്ദ്ര അത് വിമർശനമായിട്ടാണ് ഉന്നയിക്കുന്നത്. നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്ക് സംഭവിച്ച ഒരു പിശക് എന്ന നിലയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ സമരം ശക്തിപ്പെടുമ്പോൾ, സ്വാതന്ത്ര്യ സമരം ആളിക്കത്തുമ്പോൾ ആ അഗ്നിജ്വാലകളേറ്റ് വർഗീയതയൊക്കെ അങ്ങ് ഇല്ലാതായിക്കൊള്ളും സ്വാഭാവികമായും എന്ന് കരുതി. അദ്ദേഹം ഇടതുപക്ഷത്തെയും വിമർശിക്കുന്നുണ്ട്. വർഗസമരം തീക്ഷ്ണമാകുമ്പോൾ വർഗീയത സ്വാഭാവികമായും പരാജയപ്പെട്ടുകൊള്ളും എന്ന് കരുതി എന്ന വിമർശനം ഇടതുപക്ഷത്തിനെതിരെയും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു പരിധിവരെ ശരിയായിരിക്കുമ്പോഴും വർഗീയതയുടെ വിപത്തിനെതിരെ ഇടവേളകളില്ലാത്ത സമരം ഏറ്റെടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഈ സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ട മറ്റൊരു, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് കൗതുകപൂർവ്വം ഓർമ്മിക്കാവുന്ന ഒരു വിമർശനം ഒരു കാലത്ത് ഉന്നയിച്ചത് OV വിജയനായിരുന്നു. അദ്ദേഹം 1987 എഴുതുന്നുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, CPIM-നെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. ആ വിമർശനത്തിന് അടിസ്ഥാനം അഴിമതിക്കും സ്വേച്ഛാധികാര വാഴ്ചയ്ക്കുമെതിരെ എന്ന് വെച്ചാൽ കോൺഗ്രസിനെതിരായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിൻ്റെ കുടുംബവാഴ്ച, ഏകാധിപത്യ പ്രവണതകൾ, അഴിമതി, വൻതോതിലുള്ള അഴിമതി, ഇതിനെല്ലാം എതിരായി ഇന്ത്യയിൽ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നതിന് CPIM തടസ്സം നിൽക്കുന്നു. അതാണ് വിമർശനം. ആ വിമർശനത്തിൻ്റെ സൂക്ഷ്മാടിസ്ഥാനം ഈ പറയുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരായിട്ടുള്ള കോൺഗ്രസിനെതിരെ അമിതാധികാര പ്രവണതയും കുടുംബവാഴ്ചയും അഴിമതിയും എല്ലാം രാജ്യത്തെ തകർക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ വിശാലമായ ഒരു സഖ്യം രൂപപ്പെട്ടു വരണം. അതിൽ BJP-യുമായും യോജിക്കുന്നതിന് ഈ CPIM ആണ് തടസ്സം നിൽക്കുന്നത്. അതാണ് നമ്മളെ വിമർശിക്കുന്നത്. CPIM, അതിന് EMS-നെയൊക്കെ അദ്ദേഹം പേരെടുത്ത് വിമർശിക്കുന്നുണ്ട്. CPIM വാശി പിടിക്കുന്നു, BJP-യുമായി ഒരു തരത്തിലും തൊട്ടുകൂടാ എന്ന് CPIM ശഠിക്കുന്നു എന്നത് ഒരു വിമർശനമായി OV വിജയൻ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏത് കാലത്തും ഇന്ത്യയിൽ വർഗീയതയുടെ വിപത്തിനെ CPIM
വലിയ ഗൗരവത്തോടു കൂടി തന്നെ കണ്ടു എന്നാണ് ഇപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പക്ഷെ അതിൻ്റെ തുടർച്ചയായി OV വിജയൻ മുൻപോട്ട് വെക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട് RSSന്റെ വർഗീയ ഭീകരതയെ എതിർക്കാൻ താരതമ്യേന അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, OV വിജയൻ്റെ ഭാഷയിൽ താരതമ്യേന ശക്തി കുറഞ്ഞ വർഗീയവാദികളായ BJPയെയും അണിനിരത്തണം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം വയ്ക്കുന്നുണ്ട്. ഇപ്പം അതിനൊന്നും ഒരു പ്രസക്തിയുണ്ട് എന്നാരും പറയില്ല. അത്തരം ചിന്തകൾക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഇന്നില്ല. പക്ഷേ വേണമെങ്കിൽ RSSന്റെ വൻ വർഗീയ വിപത്തിനെ മറ്റൊരു വിധത്തിൽ ആ വിപത്തിനെ സംബന്ധിച്ച് ചില മുന്നറിയിപ്പുകൾ OV വിജയൻ നൽകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോട് യോജിക്കാതിരിക്കുമ്പോൾ തന്നെ, ഇന്നതിനൊരു പ്രസക്തിയും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ, ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിൽ RSS ഒരു വലിയ വർഗീയ വിപത്തായി വരും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് 100 വർഷം നീണ്ടുനിന്ന രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള RSSന്റെ പരിശ്രമം, അതിനുവേണ്ടി നടത്തിയ ആസൂത്രിതമായ വർഗീയ കലാപങ്ങൾ, മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ, ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നുതള്ളിയ ദാരുണമായ വംശഹത്യകൾ, അതിൻ്റെ എല്ലാം ഒടുവിൽ ഇന്ത്യൻ പാർലമെന്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ശക്തിയായി അവർ മാറി എന്ന് നാം കാണണം. ഒരു ദശാബ്ദത്തിലധികമായി കേന്ദ്ര രാഷ്ട്രീയാധികാരം സംഘപരിവാരത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ കേന്ദ്രാധികാരം ഉപയോഗിച്ച് പല മാർഗങ്ങളിലൂടെയും രാജ്യത്തെ പൂർണ്ണമായും വരുതിയിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളവും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് സംഘപരിവാർ RSS ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ കേന്ദ്രമായി കേരളം നിലനിൽക്കുകയാണ്. രാജ്യത്തെ മതനിരപേക്ഷവാദികൾ പ്രതീക്ഷയോടെ നോക്കുന്ന നാട് കേരളമാണ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി സംഘപരിവാരത്തിൻ്റെ വർഗീയ അജണ്ടകളുടെ മുൻപിൽ മുട്ടുമടക്കുമ്പോഴും പരാജയപ്പെടാൻ കൂട്ടാക്കാതെ ധീരമായി പൊരുതി നിൽക്കുന്ന നാട് നമ്മുടെ നാടാണ്, കേരളമാണ്. പക്ഷേ ഇവിടെയും നാൾ ചെല്ലുന്തോറും വർഗീയത വേരാഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടിംഗ് ശതമാനത്തിലെല്ലാം ചെറിയ വ്യത്യാസങ്ങളുണ്ടായി. മുൻപ് ജാതീയതയും വർഗീയതയും ഒക്കെ ഉള്ളിൽ ഒരു അല്പാൽപമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പരസ്യമായി പുറത്തു പറയാൻ പാടില്ലാത്തതാണ് എന്ന ബോധമെങ്കിലും നല്ലൊരു പങ്ക് മലയാളികൾക്കും ഉണ്ടായിരുന്നു. പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ് വർഗീയത. ഉള്ളിൽ ഇത്തിരി വർഗീയതയുള്ളവനും പുറമേക്ക് അത് പറയാൻ മടിച്ച് ഒരു മുഖം മൂടി അണിഞ്ഞെങ്കിലും നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു നാടായിരുന്നു. എന്നാൽ നവമാധ്യമങ്ങളുടെയും മറ്റും കാലത്ത് വളരെ പരസ്യമായി, പ്രകടമായി, പച്ചയായി വർഗീയത പറയാൻ മടിയില്ലാത്ത ചെറുതെങ്കിലും ഒരു വിഭാഗം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്ന് നാം കാണണം. ആ സംഘപരിവാർ വർഗീയതയെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തും വിധം ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും ചെയ്യുന്ന ശക്തിയായി കേരളത്തിലെ വലതുപക്ഷവും ആ വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ ഇപ്പോൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംഘപരിവാരം എന്ന വിശേഷണത്തിന് സർവഥാ യോഗ്യമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും SDPIയും എല്ലാം പ്രവർത്തിക്കുന്നു, നിലനിൽക്കുന്നു എന്നതാണ് പ്രത്യേകത. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം RSSന്റെ ഒരു ഇസ്ലാമിക പതിപ്പ് എന്ന് മാത്രമേ കാണാൻ പറ്റൂ. RSSനെ പോലെ തന്നെ മതരാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും ലക്ഷ്യം, അവരുടെ സ്വപ്നം. RSSന്റെ മതരാഷ്ട്രത്തിന് ബദലല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രം എന്ന് നാം കണ്ടോളണം. രണ്ടും ഒരേ സ്വഭാവമുള്ള മുദ്രാവാക്യമാണ്. വിഭജനത്തിന്റെ സമയത്ത് ഹൈദരാബാദിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ആളാണ് മൗദൂദി.
ഇസ്ലാമിക രാഷ്ട്രമെന്ന സ്വപ്നവുമായി അങ്ങോട്ട് പോയ ആളാണ്. ജമാഅത്തെ ഇസ്ലാമി അന്ന് സ്വീകരിച്ച നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും മതരാഷ്ട്രങ്ങളായിക്കോട്ടെ എന്നതാണ്. RSSന്റെ ഈ നിലപാട് തന്നെയാണ്. കടുത്ത മതമൗലിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഒരു നീണ്ടകാലം വോട്ട് ചെയ്യാനോ സർക്കാർ ജോലി സ്വീകരിക്കാനോ ഒന്നും സന്നദ്ധമാകാതെ മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി സമർപ്പിത ജീവിതം നയിച്ചവരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. പിന്നീട് അതിലൊക്കെ കുറേ മാറ്റം വന്നു. വോട്ട് ചെയ്യാൻ ആരംഭിച്ചു. ആ ഘട്ടത്തിൽ തീർത്തും അരാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. ഒരു നീണ്ടകാലം ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും എന്നതായിരുന്നു. ചിലപ്പോൾ ഏതാനും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കൊന്ന് വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ നിലപാടതാണ്, സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യും. അതായിരുന്നു നിലപാട്. അത്ര വിചിത്രമായ നിലപാടുകളുടെ പേരിൽ അവർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അവർ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ചു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയ പാർട്ടി പൂർണ്ണമായും UDFന് പിന്തുണ കൊടുത്തു. ഇപ്പൊ UDFലെ ഒരു ഘടകകക്ഷിയാക്കാൻ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും പരിഗണിക്കണം എന്നാണ് അവരുടെ ആവശ്യം. അത് UDF ഇപ്പോൾ പരിഗണിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അസോസിയേറ്റ് ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ മറ്റ് ഘടകകക്ഷികളുടെ ഒപ്പം ഇരുന്ന് ഊണ് കൊടുക്കൂല. അത് കഴിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കും. എന്നാലും വേണ്ടില്ല, ഞങ്ങളെ നിങ്ങൾ അങ്ങനെയെങ്കിലും പരിഗണിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അപേക്ഷ. ആ അസോസിയേറ്റ് ഘടകകക്ഷിയായെങ്കിലും പരിഗണിച്ച് കിട്ടുന്നതിനു വേണ്ടി ഇപ്പോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത വർഗീയ നിലപാടുകൾ ഉയർത്തി മുസ്ലിം ന്യൂനപക്ഷത്തെയാകെ UDFനോടൊപ്പം അണിനിരത്തി കൊടുത്തുകൊള്ളാം എന്നൊരു കരാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കരാർ പാലിക്കുന്നതിൻ്റെ ഭാഗമായി SDPI ഉൾപ്പെടെയുള്ള ആളുകളെയും കൂടെ ചേർത്ത് മുസ്ലിം ലീഗിന്റെ തന്നെ രാഷ്ട്രീയ നേതൃത്വം കയ്യാളി നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ കടുത്ത വർഗീയ ധ്രുവീകരണ പ്രചരണവുമായാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന RSS ആണ്. RSSന്റെ ഹിംസോന്മുഖമായ മതരാഷ്ട്രവാദത്തിന്, വർഗീയ പ്രചാരവേലകൾക്ക് സാധൂകരണം കിട്ടുന്നത് ഇത്തരത്തിലുള്ള ജമാഅത്തെ വർഗീയ പ്രചരണം നടക്കുമ്പോഴാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാരണങ്ങളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന ഇരുവർഗീയതകളുടെ ബലപരീക്ഷണമായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മാറ്റാനാണ് ഇരു കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹീനമായ പരീക്ഷണത്തിൽ വിശ്വാസമർപ്പിക്കുകയാണ് കേരളത്തിലെ വലതുപക്ഷം, കേരളത്തിലെ UDF. കേരളത്തിൽ ഒരു ദശാബ്ദത്തോളമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് UDF, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിന് പുറത്ത് ഒരു ദശാബ്ദം. 2014 മുതൽ കേന്ദ്രത്തിൽ അധികാരമില്ല, 11 കൊല്ലമായി. 10ാം കൊല്ലത്തിലേക്ക് കടക്കുന്നു, കേരളത്തിൽ അധികാരമില്ല. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരു ദശാബ്ദമായി രാഷ്ട്രീയാധികാരമില്ലാത്ത പാർട്ടി എന്ന നിലയിൽ നിൽക്കേണ്ടി വരുന്നത് ആദ്യമായാണ് കോൺഗ്രസ്. ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു അനുഭവം. ഇത് കോൺഗ്രസിന് താങ്ങാവുന്നതിലധികമാണ്, താങ്ങാൻ കഴിയില്ല. ഇപ്പോഴാണെങ്കിലോ ഒരു 3ാം ഊഴം കേരളത്തിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചേക്കും എന്ന് പൊതുവായി വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിന്റെ സമനില തെറ്റിക്കുകയാണ്. മുല്ലപ്പള്ളി വരെയുള്ള നേതാക്കന്മാർ പരസ്യമായി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നു. അതിലും അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷം തന്നെ വീണ്ടും ജയിക്കും, കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറും, അതാണ് പ്രയോഗം. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ രാജി എഴുതി വാങ്ങി. DCC പ്രസിഡന്റിനെ രാജിവെപ്പിച്ചെങ്കിലും പറഞ്ഞ കാര്യം പറഞ്ഞതായി നിൽക്കുകയല്ലേ.
കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ഈ ഒരു ഭയം ശക്തമാണ്. മൂന്നാം ഊഴം ലഭിക്കും, വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അവർക്കത് താങ്ങാനാവാത്തതാണ്. അധികാരമില്ലാതെ അരനിമിഷം തുടരാനാവാത്ത ദൗർബല്യം പൊതുവിൽ വലതുപക്ഷത്തിനുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട്. അപ്പം ഇത്തരമൊരു ഘട്ടത്തിൽ ഏതു ഹീനകൃത്യം ചെയ്തായാലും വേണ്ടില്ല അധികാരം പിടിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ അതിന് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തി ഒരു വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യമിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനുള്ള വളരെ അപകടകരമായ ഒരു പരീക്ഷണത്തിനാണ് കോൺഗ്രസ് തന്നെ നേരിട്ട് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ആ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സംഘപരിവാരവും ശ്രമിക്കും. ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ വളരെ ആഴത്തിൽ പരിക്കേൽപ്പിക്കുന്നതായി രൂപപ്പെടും. ഈ ഘട്ടത്തിലാണ് വർഗീയ വിപത്തിനെതിരായി എല്ലാവരെയും അണിനിരത്തുക എന്ന ദൗത്യം മതനിരപേക്ഷ കേരളം ഏറ്റെടുക്കേണ്ടത്. വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ടാവാം, അതിൽ തകരാറൊന്നുമില്ല. പക്ഷേ ഏത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരായാലും പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് കൊടിയ വർഗീയതയുടെ അപകടങ്ങളെ ഈ നാട്ടിൽ നിന്നും അകറ്റി നിർത്താൻ ഇപ്പോ വലതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഈ വർഗീയ പരീക്ഷണം, അതിൻ്റെ ചെലവിൽ കൂടുതൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്ന സംഘപരിവാർ വർഗീയതയുടെ പുതിയ സ്വപ്നങ്ങൾ, അതിനെയെല്ലാം തകർക്കാൻ ജനാധിപത്യ മതനിരപേക്ഷ ആശയങ്ങൾ പോർലേൽക്കാതെ ഈ മണ്ണിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ കേരളം തകരാതിരിക്കാൻ എല്ലാ തരം വർഗീയതയും പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത കേരളത്തിൻ്റെ നാളെയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള സകലരെയും ബോധ്യപ്പെടുത്തി അണിനിരത്താനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാം കൂട്ടായി ഏറ്റെടുക്കേണ്ടതാണ്. കേരളം തകരാതിരിക്കാൻ, കേരളം ഇനിയും നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ധീരമായി മുൻപോട്ട് പോകാൻ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ വിഭാഗം മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളത്തെ നിലനിർത്താൻ എല്ലാത്തരം വർഗീയതയെയും നമ്മുടെ മണ്ണിൽ ചെറുത്തു തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന വർഗീയത എന്നൊന്നുമില്ല. പലപ്പോഴും പലരും പറയാറുണ്ട്, നിങ്ങൾ RSS വർഗീയതയ്ക്കെതിരായിട്ട് മാത്രമാണല്ലോ ശക്തമായി പ്രസംഗിക്കുന്നത്. പ്രസംഗത്തെ ചിലപ്പോൾ കുറച്ച് കൂടുതലായി RSSനൊക്കെ പറയും. അതിൻ്റെ കാരണം RSS നേതൃത്വം കൊടുക്കുന്ന വർഗീയത ഇന്ന് ഇന്ത്യയിൽ അധികാരം കൈയാളുന്ന വർഗീയതയാണ്. കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തെ നിയന്ത്രിക്കുന്നത് RSS ആണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയ്ക്ക് തൽക്കാലം ഒരു പഞ്ചായത്തിൽ പോലും അധികാരം പിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പൊതുവായ പ്രസംഗങ്ങളിലൊക്കെ കൂടുതൽ സമയമെടുത്ത് വിമർശിക്കുന്നതും തുറന്നു കാട്ടുന്നതും RSSനെ തന്നെയായിരിക്കും. അത് നാളെയും അങ്ങനെ തുടരും. അതിൻ്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് ഒരല്പം അയവേറിയ നിലപാടുണ്ട് എന്നല്ല. എല്ലാ വർഗീയതയും നമ്മുടെ നാടിന് അപകടമാണ്. എല്ലാ വർഗീയതയും നാടിനെ വിനാശത്തിലേക്കാണ് നയിക്കുക. അത് ഹൈന്ദവ വർഗീയതയും ഇസ്ലാമിക വർഗീയതയും എല്ലാം നമ്മുടെ നാടിനെ തിന്മയിലേക്ക്, നാശത്തിലേക്ക്, തകർച്ചയിലേക്കാണ് നയിക്കുക. ഇന്നോളം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വർഗീയതയും, ഒരുപക്ഷെ നാളെ പിറക്കാനിരിക്കുന്ന വർഗീയതയും ഈ നാടിന് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടാലും, ഏത് വർണ്ണത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ആ വർഗീയതയെല്ലാം എതിർക്കുക എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സകല വർഗീയതയ്ക്കുമെതിരായി മനുഷ്യരെ അണിനിരത്തുക, വിശ്വാസികളെ അണിനിരത്തുക, അതാണ് ഉത്തരവാദിത്വം. വിശ്വാസവും വർഗീയതയും തമ്മിലൊന്നും നേരിട്ടൊരു ബന്ധവുമില്ല. വർഗീയത എന്ന വാക്കിന് പലരും കൊടുത്തു കാണുന്ന ഒരു നിർവചനം രാഷ്ട്രീയ അധികാരം പിടിച്ചുപറ്റുന്നതിനായി മതവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുകയാണ് വർഗീയത എന്നാണ്. അതുതന്നെയാണ് ഏറ്റവും ശരിയായ നിർവചനമെന്നാണ് തോന്നുന്നത്. അധികാരം പിടിച്ചുപറ്റാൻ മതത്തെ, വിശ്വാസത്തെ ഉപയോഗിക്കുക, അതാണ് വർഗീയത. അങ്ങനെ ഉപയോഗിക്കുന്നവർ വിശ്വാസികളായിക്കൊള്ളണം എന്നില്ല. ഇന്ത്യയിലെ വർഗീയതയുടെ ആദ്യകാല പഥികർ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന
രണ്ട് വ്യക്തികളാണ്, ഒന്ന് സവർക്കറും മറ്റൊന്ന് മുഹമ്മദ് അലി ജിന്നയും. രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല എന്നതാണ് വസ്തുത. രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല. പക്ഷെ അവരാണ് രണ്ട് വിശ്വാസ സമൂഹത്തെ മറയാക്കി മതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്. അധികാരം പിടിച്ചെടുക്കാൻ, അധികാരം സ്ഥാപിക്കാനുള്ള ഉപകരണം മാത്രമായിരുന്നു അവർക്ക് മതവും വിശ്വാസവും. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ ഈ വർഗീയ ചിന്താഗതിക്കെതിരായി, മതരാഷ്ട്രമെന്ന വർഗീയവാദികളുടെ സ്വപ്നത്തിനെതിരായി അണിനിരത്തുക എന്നത് നാടിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. അതുകൊണ്ട് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമല്ല, കേരളം നാളെയും പുലരണം എന്നാഗ്രഹിക്കുന്നവരുടെ ഉത്തരവാദിത്വം. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി നിൽക്കുന്നവരെങ്കിലും നമ്മുടെ നാട് അരക്ഷിതാവസ്ഥയിലായി കൂടാ, തകർന്നു പോയി കൂടാ എന്ന് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷ ആശയങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ്. വർഗീയതയ്ക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഇന്ന് കേരളത്തിൽ UDF നേതൃത്വം കൊടുക്കുന്ന വിപൽക്കരമായ പരീക്ഷണങ്ങളെയും ഒപ്പം കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിൻബലത്തിൽ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിൻ്റെ നീക്കങ്ങളെയും ഒരേ സമയം എതിർക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എല്ലാവരും കൂടുതൽ വീര്യത്തോടെ രംഗത്തിറങ്ങേണ്ട ഒരു കാലമാണിത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. അഭിവാദനം. ബഹുമാന്യനായ സഖാവ് എം സ്വരാജ് വളരെ കൃത്യമായി തന്നെ നമ്മുടെ ഈ സെമിനാറിൻ്റെ വിഷയം അതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളെയെല്ലാം വളരെ കൃത്യമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കേരളം തകരാതിരിക്കാൻ നമുക്ക് ഈ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്, മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അതിനുള്ള കാവലാളായി, അതിനുള്ള മുന്നണി പടയാളികളായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ടെന്ന് വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചരിത്രം മുതലുള്ള, ഭരണഘടന മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഉദാഹരിച്ചുകൊണ്ട് നമ്മുടെ ഈ വിഷയത്തിലുള്ള നമ്മുടെ അറിവിനെ നല്ല നിലയിൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സഖാവിൻ്റെ പ്രഭാഷണം, ഉദ്ഘാടന പ്രസംഗം ഏറെ സഹായിച്ചിട്ടുണ്ട്. KCB ഓഫീസേഴ്സ് അസോസിയേഷന് വേണ്ടി സഖാവിനുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രൊഫസർ ഡോക്ടർ അനിൽ ചേലേമ്പ്ര അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഈ കാര്യപരിപാടി അനുസരിച്ച് ശ്രീ സ്വരാജ് അവതരിപ്പിച്ച കാര്യത്തോട് പ്രതികരിക്കാനാണ് ഇതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എൻ്റെ പ്രതികരണം ഒറ്റവാക്യത്തിൽ അവതരിപ്പിക്കാനുള്ളതേ ഉള്ളൂ. സ്വരാജ് പറഞ്ഞ ഒരു കാര്യത്തോടും എനിക്ക് വിയോജിപ്പില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ച ചില കാര്യങ്ങളെ അല്പമൊന്ന് വിപുലീകരിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം എടുത്ത് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സ്വരാജ് പറഞ്ഞ ഈ പൊതുമണ്ഡലം എന്ന സങ്കല്പം പ്രധാനമായും രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പൊതുമണ്ഡലത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമ്മളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിലൂന്നി അതിനെ ഗ്രസിച്ചിരിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിന് പൂരകമായി നിൽക്കുന്ന
സാംസ്കാരിക മേഖലയിലെ വർഗീയവൽക്കരണത്തെക്കുറിച്ചാണ് ഞാൻ അല്പം സംസാരിക്കാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനുമൊക്കെ നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മനുഷ്യരല്ല. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ്. രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊക്കെ ഓഫീസിൽ പോവുകയും ജോലി ചെയ്യുകയും തിരിച്ച് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്തുകയും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യരായ നമ്മളാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്മൾ വ്യവഹരിക്കുന്ന ഈ സാമാന്യ ജീവിതത്തിൻ്റെ മണ്ഡലത്തെയാണ് ഞാൻ സാംസ്കാരിക മണ്ഡലം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ശ്രീ സ്വരാജ് പറഞ്ഞ രാഷ്ട്രീയ മണ്ഡലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ തന്നെ രൂപപ്പെടുത്തുന്നത്, അതിൻ്റെ തന്നെ ദീർഘകാല വികാസ പരിണാമങ്ങളെ സ്വാധീനിക്കുന്നത് ഒരു ജനതയുടെ ദൈനംദിനമാണ്. ആ ദൈനംദിനം, എവരിഡേനെസ് എന്ന് പറയും, ആ ദൈനംദിനത്തെയാണ് വാസ്തവത്തിൽ ഈ പൊതുമണ്ഡലത്തിൽ നമ്മൾ പരിചരിക്കേണ്ട മറ്റൊരു പ്രമേയം. അപ്പോൾ അവിടെ ഈ പൊതുമണ്ഡലം എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ഞാനിങ്ങനെ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പോകുന്ന ഒരാളാണ്. ഈ വാക്കോടുകൂടിയ ഒരു സെമിനാറിൻ്റെ ടൈറ്റിൽ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇതുപോലെയുള്ള ഒരു ബഹുജന സംഘടനയുടെ വേദിയിൽ, അല്ലെങ്കിൽ ഒരു തൊഴിലാളി വർഗ സംഘടനയുടെ വേദിയിൽ പൊതുമണ്ഡലം, ഇത് പൊതുവേ ഞങ്ങൾ ഈ അക്കാദമിക ലോകത്തൊക്കെയാണ് ഈ പബ്ലിക് സ്പിയർ എന്ന അർത്ഥത്തിൽ പൊതുമണ്ഡലം എന്നുപയോഗിക്കുന്നത്. അങ്ങനെ ഈ അക്കാദമികമായ ഈ കള്ളികളിൽ നിന്ന് ആ വാക്ക് പുറത്തേക്ക് ചാടിയിരിക്കുന്നു എന്നത് വളരെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ആരാണ് ഈ ശീർഷകം തീരുമാനിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം വാസ്തവത്തിൽ ഈ സർവകലാശാലയിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആകാശത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഈ സാധാരണ ഭൂമിയിലെ സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെയൊക്കെ നടക്കുന്നത്. പക്ഷെ ആ മനുഷ്യരും ഈ ജനതയും തമ്മിലൊരു ബന്ധമില്ല. പക്ഷേ ഇനി നമുക്ക് അങ്ങനെയൊന്നും വേർതിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല. എല്ലാതരം ആശയങ്ങളും എടുത്ത് പോരാടിക്കൊണ്ട് മാത്രമേ നമുക്ക് സാംസ്കാരികമായൊരു പ്രതിരോധം തീർക്കാനാവൂ. അത്രമാത്രം ഗഹനവും സങ്കീർണവുമാണ് പുതിയ കാലത്തെ സംസ്കാരത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പൊതുമണ്ഡലം, പബ്ലിക് സ്പിയർ എന്ന വാക്ക് വാസ്തവത്തിൽ സാമൂഹ്യശാസ്ത്രത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പനമായി ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ഉണ്ടായി വന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ യൂർഗൻ ഹെബർമാസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് പൊതുമണ്ഡലം എന്ന വാക്ക് ഈ അർത്ഥത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഹെബർമാസ് ഈ പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന സങ്കല്പം പ്രധാനമായും മാധ്യമങ്ങളുടെ പരിസരവുമായും മറ്റും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. മാധ്യമങ്ങളാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു പബ്ലിക് സ്പിയർ ഉണ്ടാക്കുന്നതിൽ ആദ്യകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് ഈ പൊതു എന്ന വാക്ക് കേൾക്കുമ്പോൾ അതൊരു അത്ഭുതമുള്ള വാക്കല്ല. നമുക്കൊക്കെ അറിയാവുന്നതാണ്. പൊതുവിദ്യാലയം, പൊതുനിരത്ത്, പൊതു കിണർ, ഈ പൊതു എന്നുള്ള വാക്ക് ഇങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ്. നിങ്ങളൊക്കെ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ പൊതു എന്നുള്ള വാക്ക് ഇപ്പോൾ എന്താണ്, അതിനകത്തൊന്നും ആലോചിക്കാനില്ല. എന്നാൽ ഒരു 100 കൊല്ലം മുമ്പുള്ള കേരളത്തിൽ അങ്ങനെ ഒരു വാക്കില്ല. പബ്ലിക് എന്നൊരു വാക്കില്ല. ജനം എന്നൊരു വാക്കില്ല. ജനം എന്ന വാക്ക് ചരിത്രത്തിൽ അതിഭീകരമായ സമരത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. അതേപോലെ ഈ സാമൂഹ്യ മണ്ഡലത്തിൽ നിരന്തരമായി നടന്ന സംഘർഷങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന, നാം സൃഷ്ടിച്ചെടുത്ത ഏറ്റവും മനോഹരമായ വാക്കുകളിലൊന്നാണ് പബ്ലിക് എന്നത്.
എല്ലാവർക്കും നടക്കാവുന്ന വഴി ഉണ്ടായിരുന്നില്ല കേരളത്തിൽ എന്നതുകൊണ്ടാണ് 603 ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം നടന്നത്. അവിടെ എല്ലാവർക്കും നടക്കാനുള്ള പബ്ലിക് റോഡ് ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും പഠിക്കാനുള്ള വിദ്യാലയം ഉണ്ടാവാതിരുന്നതുകൊണ്ടാണ് അയ്യങ്കാളി ഉരൂട്ടമ്പലത്തെ സ്കൂളിലേക്ക് തൻ്റെ സമുദായത്തിലെ പെൺകുട്ടിയെയുമായി കടന്നു ചെന്ന് അവളെ അവിടെ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടതും അതിനെതിരെ അതിരൂക്ഷമായ ജാതി മാടമ്പിമാരുടെ ആക്രമണം ഉണ്ടായതും ആ സ്കൂളിന് തീയിട്ടതും തുടർന്ന് ഏതാണ്ട് 1.5 കൊല്ലത്തോളം നീണ്ടുനിന്ന പണിമുടക്ക് സമരം നടന്നതും പബ്ലിക് എന്നൊരാവശ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് പബ്ലിക് സ്പിയർ, പൊതുമണ്ഡലത്തിലെ പൊതു എന്ന വാക്ക് നാം കരുതുന്നത് പോലെ വളരെ നിഷ്കളങ്കവും നിസ്സാരവുമായ ഒരു സങ്കല്പനമല്ല. അത് സമരങ്ങളിലൂടെ നാം നേടിയെടുത്ത ഒരു സമ്പത്താണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പബ്ലിക് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ വിപരീതം എന്താണ് എന്നത് വളരെ പ്രധാനമാണ്. പബ്ലിക് എന്നതിൻ്റെ വിപരീതം പ്രൈവറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ പരിഗണിക്കണം. ഈ പൊതുമണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ സ്വകാര്യ മണ്ഡലത്തെക്കുറിച്ചും പറയണം. എന്താ സ്വകാര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? സ്വകാര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻഡിവിജ്വൽ എന്നാണ്. വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് സ്വകാര്യ മണ്ഡലം. ഇങ്ങനെ സ്വകാര്യ മണ്ഡലത്തിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികൾ കടന്നു വന്ന് എല്ലാവരും ചേരുന്നതാണ് പൊതുമണ്ഡലം. അതാണ് പബ്ലിക്. ഈ പ്രൈവറ്റ് ഇല്ലെങ്കിൽ പബ്ലിക് ഇല്ല. ഈ സ്വകാര്യം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കണം അതിൽ ഇത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കേരളത്തിൽ 50 കൊല്ലം അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് സ്വകാര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട് ഓടിടണോ വേണ്ടേന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമായിരുന്നില്ല. അത് ജമ്മിയോട് ചോദിക്കണം. ഞാൻ ഏത് പറമ്പിലാണോ ആരുടെ കുടിയാനായിട്ടാണോ ജീവിക്കണം അയാളോട് പെർമിഷൻ ചോദിച്ചാലേ എനിക്കെൻ്റെ വീട് ഓടിടാൻ പറ്റുള്ളൂ. ഓട് സാധാരണ നായന്മാർ വരെയുള്ളവർക്ക് ഇടാൻ പറ്റുള്ളൂ. അതിൻ്റെ താഴെയുള്ളവർ ഓല കൊണ്ട് മേയണം. അതിൻ്റെയും താഴെ ഉള്ള ആൾക്കാർ പുല്ലുകൊണ്ട് മേയണം. അല്ലാത്തവർ മറച്ച് കെട്ടി ചാളയിൽ താമസിക്കണം. നിങ്ങൾക്കൊരു 4 കെട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങളും ഞാനൊക്കെ ഈ 4 കെട്ടിൻ്റെ ആകൃതിയിലൊക്കെ വലിയ വലിയ വീടൊക്കെ ഉണ്ടാക്കണില്ലേ? അത് നമ്മുടെ പ്രൈവസിയാണ്. അത് ഞാനാ തീരുമാനിക്കുന്നത് എൻ്റെ വീട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അല്ലാണ്ട് അവിടുത്തെ ജമ്മീനോട് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ വീട് എങ്ങനെ വേണം, എൻ്റെ കുട്ടി എന്ത് പഠിക്കണം, ഞാൻ എന്ത് ജോലി ചെയ്യണം, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, ഞാൻ ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണെങ്കിൽ മാത്രമേ അവിടെ പ്രൈവസി ഉള്ളൂ. ഈ പ്രൈവസി ഉള്ളെങ്കിൽ പ്രൈവസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശേഷിയുള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അതാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ അർത്ഥം സ്വതന്ത്രമായി തീരുമാനിക്കാൻ കഴിയുന്ന, ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ സ്വതന്ത്ര മനുഷ്യനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ വ്യക്തി എന്ന് വിളിക്കുന്നത്. അതാണ് സ്വകാര്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കേരളത്തിൻ്റെ ഒരു പരിസരത്തിൽ പരിശോധിക്കണം. ഒന്നാമത് ഈ കേരളത്തിൽ എത്രമാത്രം പബ്ലിക് സ്പിയർ ഉണ്ട് എന്നറിയണമെങ്കിൽ കേരളത്തിൽ എത്രമാത്രം പ്രൈവറ്റ് സ്പിയർ ഉണ്ട് എന്നുകൂടി അറിയണം. ഈ പബ്ലിക് സ്പിയറിനും പ്രൈവറ്റ് സ്പിയറിനും എന്താ സംഭവിക്കണമെന്ന് അറിഞ്ഞാലേ നിങ്ങൾ പറയുന്ന വർഗീയത എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നേരത്തെ ശ്രീ സ്വരാജ് സംസാരിച്ചു. സ്വരാജ് അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് സംസാരിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അതാണ്. മതനിരപേക്ഷതയാണ് പ്രധാനം. കേരളത്തിലെ മുഴുവൻ ആളുകളെയും മതനിരപേക്ഷതയ്ക്ക് പിന്നിൽ അണിനിരത്തണം. വർഗീയത അപകടമാണ്. അത് ഹിന്ദുത്വ വർഗീയതയായാലും മറ്റു വർഗീയതകളായാലും അപകടകരമാണ്. എല്ലാറ്റിനെയും എതിർക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കാർക്കും ഒരു സംശയമില്ല ആ കാര്യത്തിൽ. സ്വരാജ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും. ഇപ്പോൾ എനിക്ക് പലരും മനസ്സിലാവാറില്ല. സ്വരാജിനിപ്പം എനിക്കോ നിങ്ങൾക്കോ മനസ്സിലായതുപോലെ നമ്മുടെ ചുറ്റുള്ള എല്ലാ മനുഷ്യരും പണ്ടൊക്കെ എനിക്ക് എൻ്റെ നാട്ടിൽ ഏതൊരാളെ കണ്ടാലും ഒരാൾ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ അയാൾ കോൺഗ്രസ് ആണെന്ന് മനസ്സിലാവും. ഒരാൾ ലീഗാണെന്ന് പറഞ്ഞാൽ അയാൾ ലീഗാണെന്ന് മനസ്സിലാവും. ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ അയാൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മനസ്സിലാവും. സംശയമില്ല. എന്നാൽ
കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എനിക്ക് പല മനുഷ്യന്മാരെയും സത്യത്തിൽ മനസ്സിലാവണില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ പേരാമ്പ്ര ഭാഗത്തുനിന്ന് ഒരു പ്രസംഗം കഴിഞ്ഞ് കുറച്ച് വൈകിയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്തിരുന്ന ഏതാണ്ട് എൻ്റെ പ്രായം തോന്നിക്കുന്ന ഒരാൾ, മധ്യവയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അയാളിങ്ങനെ പരിചയപ്പെടാൻ ശ്രമിച്ചു. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ആളുകളെ പിടുത്തം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും സംസാരിക്കാറില്ല ഇപ്പോൾ ആൾക്കാരോട്. നല്ലോണം തെളിഞ്ഞു കിട്ടിയാലേ കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ എവിടുന്നാണ് വരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തുനിന്നാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു ഞാനൊരു സുഹൃത്തിനെ കാണാൻ പോയതാണെന്നേ പറഞ്ഞുള്ളൂ, വേറെ പ്രസംഗിക്കാൻ പോയതാണെന്നും പറഞ്ഞില്ല. ആവശ്യമില്ലാത്തതൊക്കെ എന്തിനാ പറയണം. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങളിപ്പോൾ കയറിയ സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ചപ്പുറത്താണ് ഈ ചിദാനന്ദപുരിയുടെ ആശ്രമം. അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടുന്ന് വരികയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞേ ഞാൻ അവിടുന്ന് വരികയല്ല, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ ചിലതൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ ആരാണ് ചിദാനന്ദപുരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിപ്പിക്കുന്ന സ്വാമികളിൽ ഒരാളാണ് ഈ ചിദാനന്ദപുരി. അങ്ങനെയുള്ള ഒരാളുടെ പ്രസംഗം കേട്ടോന്ന് അദ്ദേഹം. അപ്പം ഞാൻ എന്ത് വിചാരിക്കും, ഇയാൾ ചിദാനന്ദപുരിയുടെ ഒരാളായിരിക്കും, ഒരു വർഗീയവാദിയായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചിരിക്കും. പിന്നെ ഇപ്പം അയാളായിട്ട് നമുക്ക് അധികം സംസാരിക്കാമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എവിടെ സ്ഥലം? അപ്പം ഞാൻ പറഞ്ഞു മലപ്പുറത്താണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്താന്നേ പറഞ്ഞത്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ, തേഞ്ഞിപ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എങ്ങനെ ഞങ്ങളൊക്കെ ഈ മലപ്പുറത്ത് താമസിക്കുന്നു? അപ്പം ഞാൻ ചോദിച്ചു എന്താ മലപ്പുറത്തിന് എന്താ കുഴപ്പം? അവിടെയൊക്കെ കംപ്ലീറ്റ് ഈ തീവ്രവാദികളല്ലേ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 19 വയസ്സായി, ഈ പ്രായത്തിൻ്റെ ഇടയിലൊന്നും ഞാനിതുവരെ ഒരു തീവ്രവാദിനെ കണ്ടിട്ടില്ല. അതതിന് നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ ഇംഗ്ലീഷ് പത്രക്കാരോട് പറഞ്ഞില്ലേ, ഈ മലപ്പുറം ജില്ലയിൽ തീവ്രവാദം ഉണ്ടെന്ന്. ഞാൻ പിണറായിൻ്റെ ഒരു ആരാധകനാട്ടോ. മൂപ്പരാ പറഞ്ഞത് ശരിയാ, പിന്നെ പാർട്ടിക്കാരൊക്കെ കൂടി നിർബന്ധിച്ച് പിൻവലിച്ചതായിരിക്കും. ഇപ്പം എന്തായി? ഇയാൾ ആരാ? നിങ്ങൾ പറയൂ. ഇയാൾ ചിദാനന്ദപുരിൻ്റെ ആളാണോ പിണറായിയുടെ ആളാണോ? ഇയാൾ ആരുടെ ആളാണ്? ഇവിടെയാണ് ഇത് വളരെ 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 തീവ്രമായിട്ടുള്ളൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിന്. ചിലർ മോദി ഭക്തന്മാരാ. RSSും BJP ഒന്നും ആവണമെന്നില്ല. മോദി എന്ന് പറഞ്ഞാൽ ഭയങ്കര വികസനത്തിൻ്റെ നായകൻ, അതിലൊരു സംശയം അയാൾക്കില്ല. ചില ആളുകൾ ഇതൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ രാമക്ഷേത്രത്തിൻ്റെ പൂജാദ്രവ്യം കൊണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ വന്നിരുന്നു. നിങ്ങളെ വീട്ടിലും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ പരിപാടി? അല്ല, രാമക്ഷേത്രത്തിൻ്റെ അവിടെ പൂജ നടക്കുകയാണ്, എവിടെ? അയോധ്യയിൽ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസാദമാണ്. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അയാളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ സുഹൃത്തുക്കൾ വളരെ സെക്കുലർ എന്ന് വിളിക്കുന്ന ആളുകളുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്നപ്പോൾ അത് വിശ്വാസമല്ലേ മാഷേ, ഞങ്ങളത് വാങ്ങി വെച്ചു. അപ്പം എന്തായി? രാമക്ഷേത്രത്തിൻ്റെ പൂജ, പണ്ട് രാമക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടികം കൊണ്ടുപോയപ്പോൾ കുറച്ച് ആൾക്കാരെ അതിനെ ആശംസിച്ചുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുള്ളൂ. ഇന്ന് അവിടുന്ന് പ്രസാദമായിട്ട് വന്നപ്പോൾ നമ്മളൊക്കെ അത്യാവശ്യം വാങ്ങി വെക്കാൻ വിശ്വാസമല്ലേ? അങ്ങനെ വിശ്വാസം ഏതാണ്, ആത്മീയത ഏതാണ്, വർഗീയത ഏതാണ്, രാഷ്ട്രീയം എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ പ്രൈവറ്റ് സ്പിയർ, നമ്മുടെ സ്വകാര്യ മണ്ഡലം ആകെ കലങ്ങിയിരിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ കലങ്ങിയ സ്വകാര്യ മണ്ഡലം ഉള്ളിടത്ത് നിങ്ങൾക്ക് തെളിഞ്ഞ പൊതുമണ്ഡലം ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. ഒറ്റ മനുഷ്യനല്ല, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഒരാൾക്കൂട്ടം ആണ്. ഒരു മനുഷ്യൻ തന്നെ ഒരാൾക്കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുക. അയാൾക്കെന്നെ തീരുമാനിക്കാൻ കഴിയുന്നില്ല ഞാൻ ആരാന്ന്. പണ്ടൊരു സിനിമയിൽ പപ്പു പറയുന്നുണ്ട്, നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കുക നീ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നീ ആരാണെന്ന് ഞാൻ ആരോ. അവസാനം നമുക്ക് ഒന്നും മനസ്സിലാവില്ല എന്നതുപോലെ ആയി മാറുകയാണ് മനുഷ്യർ. ഒരു ഇൻഡിവിജ്വൽ തന്നെ ഒരു മോബായി മാറുകയാണ്. അങ്ങനെ ഒരു മോബായി മാറിയുള്ളൊരു കാര്യം എന്താ? അതാണ് ഇപ്പോൾ ഈ നോർത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ലിഞ്ചിങ്.
ഒരുത്തിനെ അടിച്ചു കൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവില്ല. ഒരാൾക്കൂട്ടത്ത് പോയിട്ട് ബഹളം വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവില്ല. അത് സോഷ്യൽ മീഡിയയിലെ ലിഞ്ചിങ് ആയാലും ശരി, നിരത്തിലെ മുഹമ്മദ് അഖ്ലാഖിനെ അടിച്ചു കൊല്ലുന്ന ലിഞ്ചിങ് ആയാലും ശരി, ലിഞ്ചിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ഈ പറയുന്ന പ്രൈവറ്റ് സ്പിയർ ഇല്ല. സ്വകാര്യ മണ്ഡലം ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ആൾക്കൂട്ടമേ ഉണ്ടാവുള്ളൂ, പൊതുമണ്ഡലം ഉണ്ടാവില്ല. ആൾക്കൂട്ടം എല്ലായ്പ്പോഴും ഹിംസാത്മകമായിട്ടാണ് പ്രവർത്തിക്കുക. ആ ഹിംസാത്മകമായി പ്രവർത്തിക്കുന്ന ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുകയാണ് RSSും സംഘപരിവാരവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ പബ്ലിക് സ്പിയർ എന്നുള്ളതിനെ കാണേണ്ടത്. ഈ പൊതുമണ്ഡലം എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം കേരളത്തിലൊക്കെ ഉണ്ടായി വന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളുമാണ്. കേരളത്തിൽ ആദ്യത്തെ പത്രം ആരംഭിച്ചത് ഗുണ്ടർട്ടാണ്. ഗുണ്ടർട്ട് ആദ്യം തുടങ്ങിയ പത്രത്തിൻ്റെ പേര് രാജ്യസമാചാരം. അത് കഴിഞ്ഞ് അത് ദൈവരാജ്യത്തെ പറ്റിയായിരുന്നു. അത് ക്രിസ്തുമതത്തിലെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു മിഷണറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആരംഭിച്ച പത്രമാണ്. പക്ഷെ അതേ അദ്ദേഹം തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പശ്ചിമോദയം എന്ന പേരിലൊരു പത്രം തുടങ്ങി. പടിഞ്ഞാറ് ഉദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ കിഴക്കാ ഉദിക്കേണ്ടത്. പടിഞ്ഞാറ് ഉദിക്കുന്നു. പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലാണ്. യൂറോപ്പിലെ സയൻസിനെ പറ്റിയും യൂറോപ്പിലെ സാങ്കേതിക വിദ്യയെപ്പറ്റിയും യൂറോപ്പിലുണ്ടാകുന്ന സാമൂഹ്യ മുന്നേറ്റത്തെ പറ്റിയൊക്കെയുള്ള ആശയങ്ങൾ മലയാളികളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഗുണ്ടർട്ട് പശ്ചിമോദയം എന്ന് പറയുന്നൊരു പത്രം തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് ധാരാളം പത്രങ്ങൾ മലയാളത്തിലുണ്ടായി. അച്ചടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പബ്ലിക് സ്പിയർ ഉണ്ടാക്കുന്നതിൽ, പൊതുമണ്ഡലം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അച്ചടിയാണ്. എന്താ അച്ചടിയുടെ പ്രത്യേകത? ഞാൻ എൻ്റെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണത്. എൻ്റെ നാട്ടിലെ കാര്യമാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി മാതൃഭൂമി പത്രം, അന്ന് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് ചേലേമ്പ്രയിലും തേഞ്ഞിപ്പലത്തും വള്ളിക്കുന്നൊക്കെ നടന്ന് ഈ കോൺഗ്രസ് ഉണ്ടാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടൊരു വായനശാല തുടങ്ങുമ്പോൾ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ പേരിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ മാതൃഭൂമി പത്രം ഞങ്ങളുടെ നാട്ടിൽ അയ്യപ്പേട്ടൻ തുടങ്ങിയ ഒരു ചായക്കടയെ കൊണ്ടിടുക. ഈ മാതൃഭൂമി പത്രം വന്ന് വീഴുമ്പോഴാണ് അന്ന് അയ്യപ്പേട്ടൻ ഏത് ജാതിയിലാണോ അദ്ദേഹത്തിൻ്റെ ജാതിക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ കർഷക തൊഴിലാളികളായ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളോ മാത്രമേ ആ ചായക്കടയിൽ അന്ന് ചായ കുടിക്കാൻ വന്നിരുന്നുള്ളൂ. അല്ലാത്തവരൊന്നും ആ ചായക്കടയിലേക്ക് വരില്ല. തമ്പുരാക്കന്മാരൊന്നും ആ ചായക്കടയിലേക്ക് വരാറില്ല. അങ്ങനെ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്ന കാലത്ത് ഞാനിങ്ങനെ ചായ കുടിച്ച ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രാദേശിക ചരിത്രമൊക്കെ എഴുതുമ്പോൾ അവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരാളെ കണ്ട് ചരിത്രം എഴുതിയാൽ പോരാ. ആദ്യത്തെ ചായക്കട ഏതാണ്, ആദ്യത്തെ ബാർബർ ഷോപ്പ് ഏതാണ്, ആദ്യത്തെ റോഡ് ഏതാണ്, ആദ്യത്തെ സ്കൂൾ ഏതാണ്, അതാ പ്രാദേശിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനം. കാരണം ഈ ജാതി ജന്മിത്വത്തിനകത്ത് ഒതുങ്ങി നിന്നിരുന്ന ഒരു സമൂഹത്തെ ആധുനിക സമൂഹമാക്കി മാറ്റുന്നത് പ്രധാന പങ്ക് വഹിച്ചത് ഞാൻ ഈ പറഞ്ഞ പൊതുവഴികളും പത്രവും ഈ പറഞ്ഞ ബാർബർ ഷാപ്പിൻ്റെ പ്രത്യേകത എല്ലാവർക്കും മുടിയൊട്ടാൻ പറ്റുന്ന ഒരു സ്ഥലം. അതാണ് ഇവിടെ രാഷ്ട്രീയം പറയരുതെന്നൊക്കെ പണ്ട് എഴുതി വെച്ചിരുന്നു. അതാണ്. അതേപോലെ എല്ലാവർക്കും വന്ന് ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം ഹോട്ടലിൽ ഇപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു. അവിടെ ആരൊക്കെ വരുന്നുണ്ടാവുമ്പോൾ അപ്പുറത്ത് തന്നെ ഇരുന്ന് ചിലപ്പോൾ വേറൊരു നാട്ടുകാരൻ ചായ കുടിക്കുന്നുണ്ടാവും. അയാളുടെ ജാതി മതമൊന്നും നമ്മൾ ചോദിക്കാറില്ല. അങ്ങനെയുള്ളൊരു പബ്ലിക് സ്പിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ചായക്കട, ബാർബർ ഷോപ്പ് തുടങ്ങിയതൊക്കെ. അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ അയ്യപ്പേട്ടൻ്റെ ചായക്കടയിൽ ഒരു വിഭാഗക്കാർ മാത്രമേ വന്ന് ചായ കുടിച്ചിരുന്നുള്ളൂ, ഒരു വിഭാഗക്കാർ വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതൃഭൂമി പത്രം വരുന്നത്. മാതൃഭൂമി പത്രം വന്നപ്പോൾ അത് വായിക്കാൻ അന്നത്തെ ഞങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്ന കണ്ണൻകുട്ടിയേട്ടൻ, കാരിക്കുട്ടിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ പത്രം വന്ന് വീഴുമ്പോൾ എന്താ സംഗതി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതൊരു പുതിയ സാധനമാണ്. അപ്പോൾ അത് വായിക്കാൻ അവർക്ക് അറിഞ്ഞൂടാ, അവർക്ക് അക്ഷരം അറിയില്ലല്ലോ. അപ്പോൾ വായിക്കാൻ അറിയുന്ന കുട്ടികൾക്ക് ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് പത്രം ഉറക്കെ വായിപ്പിച്ചപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലെ ഈ കർഷക തൊഴിലാളികൾ, ഈ അടിമകളായി ജീവിച്ചിരുന്ന മനുഷ്യർ ഇന്ത്യ എന്ന് ആദ്യമായിട്ട് കേൾക്കണം. അതിനു മുമ്പ് അവർക്ക് ആകെ പരിചയമുള്ളത് ചേലേമ്പ്ര അംശം ദേശം മാത്രമാണ്.
ഈ ചേലേമ്പ്ര അംശം ദേശത്തിനകത്ത് ഒതുങ്ങി നിന്നിരുന്ന ഞങ്ങളുടെ നാട്ടിലെ ഈ സാധാരണ മനുഷ്യർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ഭാവനയിലേക്ക്, നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ പോകുമ്പോണ്ടല്ലോ, ആദ്യം ഇങ്ങനെ റൺവേയിൽ കുറച്ചു നേരം തിരിഞ്ഞിട്ട് പിന്നെ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അതേപോലെ ഞങ്ങളുടെ നാട്ടിലെ ഈ സാധാരണ മനുഷ്യരൊക്കെ ദേശീയത എന്ന് പറയുന്ന ഒന്നിലേക്കുള്ള ടേക്ക് ഓഫ് നടത്തിയത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാവനയിലേക്ക് അവർ പറന്നു പൊങ്ങിയത് മാതൃഭൂമിയിലെ ഈ പത്രത്തിൽ ഇന്ത്യ എന്ന് കേട്ടപ്പോഴാണ്. ഇതെന്താ സംഗതി? എന്താ ഈ കോൺഗ്രസ്? ആരാണ് ഈ ഗാന്ധി? ഇങ്ങനെ അച്ചടിയാണ് വാസ്തവത്തിൽ ആ മനുഷ്യരുടെ ഈ ഇട്ടാവട്ടം എന്ന് പറയില്ലേ, ആ ചെറിയ പരിസരങ്ങളിൽ നിന്ന് വലിയ മനുഷ്യരാക്കി മാറ്റിയത്. അവരുടെ സ്ഥലകാലങ്ങളെ ആകെ മാറ്റി. ആ സ്ഥലകാലങ്ങളാകെ മാറിയതോടെ അവർ പുതിയ മനുഷ്യരായി. ഈ പത്രം ഇവർ ഒക്കെ കുറച്ചു നേരം വായിച്ചു കഴിഞ്ഞ് കേട്ട് കഴിയുമ്പോൾ അപ്പുറത്തുള്ള തമ്പുരാക്കന്മാരെ വീട്ടിൽ നിന്നൊക്കെ കാര്യസ്ഥന്മാർ വന്നിട്ട് പറയും, ആ മാതൃഭൂമി പത്രം ഒന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട് തമ്പുരാൻ ഇവിടെ വരാൻ വയ്യല്ലോ. അപ്പോൾ ഈ പത്രം അങ്ങോട്ട് എടുത്തോണ്ട് പോകും. അത് കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് എടുത്തോണ്ട് പോകും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ വ്യത്യസ്ത ജാതി മനുഷ്യർ ഈ അയിത്തത്തിൻ്റെ ഒരു പ്രയാസം ഇല്ലാതെ ആദ്യം സ്പർശിച്ച ശരീരത്തിൻ്റെ പേര് മാതൃഭൂമി പത്രം എന്നാണ്. അതാണ് അച്ചടിയുടെ പ്രത്യേകത. അച്ചടിയാണ് മനുഷ്യരെ പരസ്പരം തൊടാൻ പ്രേരിപ്പിച്ചത്. നേരിട്ട് തൊടുകയല്ല, അക്ഷരങ്ങളിലൂടെയാണ് തൊട്ടത്. അങ്ങനെ ഉണ്ടായി വന്ന ഒന്നിനെയാണ് പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ഒരു വാക്ക് ഹെബർമാസ് ഉപയോഗിക്കുന്നത് ലിറ്റററി പബ്ലിക് സ്പിയർ എന്നാണ്, സാഹിതീയ പൊതുമണ്ഡലം. അച്ചടിയിലൂടെ ഉണ്ടായി വന്ന ഈ പൊതുമണ്ഡലത്തിന് ശേഷമാണ് നേരത്തെ സ്വരാജ് വിശദീകരിച്ച രാഷ്ട്രീയ പൊതുമണ്ഡലം ഉണ്ടാവുന്നത്. രാഷ്ട്രീയ പൊതുമണ്ഡലത്തിന് മുമ്പുണ്ടായത് ഈ അച്ചടിയിലൂടെയും മറ്റും രൂപപ്പെട്ടു വന്ന പബ്ലിക് സ്പിയറാണ്. അതാ. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ വായന എന്ന് പറയുന്ന പ്രക്രിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ. വായിക്കുന്ന ഒരാൾ, ഞാനൊരു പത്രം വായിക്കുമ്പോൾ ഞാനാണ് വായിക്കുന്നത്, ഞാൻ ഏകാഗിയായാണ് വായിക്കുന്നത്, ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ കാണുന്നതൊന്നും ശരിയല്ലല്ലോ എന്ന് തോന്നുന്നത്. അതാ. അങ്ങനെയാണ് നമ്മളൊന്ന് എന്ന നാടകത്തിൽ പങ്കൻ നായർ പറയാണ്, ആ പറമ്പൊക്കെ ജന്മിക്ക് ജന്മം കിട്ടിയതല്ലേ, അത് നമ്മളെ പറമ്പാന്ന് പറയണതിൽ എന്ത് കാര്യമാണുള്ളത് എന്ന് മകനോട് ചോദിക്കുക. മകൻ കർഷക സംഘത്തിൻ്റെ ആളാണ്. അപ്പോൾ മകൻ പറയുന്ന കാര്യം പങ്കൻ നായർക്ക് മനസ്സിലാവണില്ല, കുടിയാനായിട്ടുള്ള പങ്കൻ നായർക്ക്. പക്ഷേ 72 വയസ്സുള്ള പങ്കൻ നായരെ 25 വയസ്സുള്ള കുട്ടിത്തമ്പുരാൻ ചളിയിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന രംഗം വന്നപ്പോൾ ഈ മക്കൾ പറയണതിൽ ചില കാര്യമുണ്ട് എന്ന് അയാൾക്ക് തോന്നുകയും അയാളൊരു സമര പോരാളിയായി മാറുകയും ചെയ്യാൻ. ഇത് തന്നെയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകത്തിലെ പരമപിള്ളയും പറയുന്നത്. ആ കൊടി ഒന്നിങ്ങ് കൊണ്ടാ, ഞാനൊന്ന് ഉയർത്തിപ്പിടിക്കട്ടെ എന്ന് പറയുന്നതാ. അങ്ങനെ നാടകം കണ്ട മനുഷ്യർ, പത്രം വായിച്ച മനുഷ്യർ, വിദ്യ നേടിയ മനുഷ്യർ ഞാൻ ആരാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞു. ഞാൻ ആരാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഞാൻ ഇതാണ്, ഞാൻ അടിമയല്ല, ഞാൻ മനുഷ്യനാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ മനുഷ്യരാണ് ഈ പബ്ലിക് സ്പിയർ ഉണ്ടാക്കിയത്. ആ മനുഷ്യനാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്കൂട്ടായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പങ്കൻ നായരിൽ നിന്ന് ഞാൻ കണ്ട മനുഷ്യനിലേക്കുള്ള ദൂരമാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് സംഭവിക്കുന്ന പരിണാമം എന്ന് പറഞ്ഞാൽ. അതാ. എൻ്റെ നാട്ടിലെ നേരത്തെ പറഞ്ഞ ധാരാളം സ്കൂളിൽ പോലും പോകാത്ത മനുഷ്യരായിരുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പാളയക്കഞ്ഞി കുടിക്കൂല, തമ്പ്രാനെന്ന് വിളിക്കൂല എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ആ മനുഷ്യർ വ്യക്തികളായി മാറുക ചെയ്തത്, വ്യക്തിത്വമുള്ള മനുഷ്യരായി മാറുക ചെയ്തത്, നിലപാടുകളുള്ള മനുഷ്യരായി മാറുക ചെയ്തത്, ആത്മബോധമുള്ള മനുഷ്യരായി തീരുകയാണ് ചെയ്തത്. ആത്മബോധമാണ് സ്വകാര്യമണ്ഡലത്തിൻ്റെ ആണിക്കല്ല്. ആത്മബോധമില്ലാത്ത മനുഷ്യർ സ്വകാര്യമണ്ഡലമില്ലാത്തവരായിത്തീരും. സ്വകാര്യമണ്ഡലമില്ലാത്തവർക്ക് ഒരു പൊതുമണ്ഡലത്തെ നിർമ്മിക്കാനാവില്ല. ഇനി അടുത്തൊരു കാര്യം, ഈ പൊതുമണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതും ഹെബർമാസ് പറയുന്നുണ്ട്. പൊതുമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സംവാദം എന്ന് പറയുന്നതാണ്, ഡയലോഗ്.
നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, എനിക്ക് എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായങ്ങൾ തമ്മിൽ പരസ്പരം വിനിമയം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായത്തെ ഞാനും എൻ്റെ അഭിപ്രായത്തെ നിങ്ങളും സ്വാധീനിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് സംവാദം. അതാണ് സംവാദം. അതുകൊണ്ടാണ് 1924 ആലുവ മണപ്പുറത്ത് വെച്ച് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ ആ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യമായി അദ്ദേഹം പറഞ്ഞത് വാദിക്കാൻ 1924 ഈ സർവമത സമ്മേളനത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെയാണ് വാഗ്ഭടാനന്ദൻ വിഗ്രഹാരാധനയ്ക്കും ക്ഷേത്ര നിർമ്മാണത്തിനും കഠിനമായ എതിർപ്പുന്നയിച്ചിരുന്ന ഒരു സന്യാസി വര്യനാണ്. എന്നാൽ നാരായണ ഗുരു കേരളത്തിൽ പലയിടങ്ങളിലും ക്ഷേത്രം ഉണ്ടാക്കിയ ആളാണ്. ആ നാരായണ ഗുരുവിനെ നിരന്തരം വിമർശിച്ചിരുന്ന ഒരാളാണ് വാഗ്ഭടാനന്ദൻ. പക്ഷേ ആലുവയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയി ഒരിക്കൽ വാഗ്ഭടാനന്ദൻ നാരായണ ഗുരുവിനെ കണ്ടു. നാരായണ ഗുരുവിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമസ്കാരം, എൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്, വാഗ്ഭടാനന്ദൻ എന്ന് പറയും. ആ, അങ്ങയുടെ പേര് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, കാണാൻ കഴിഞ്ഞത് ഭാഗ്യം. നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചൊക്കെ കഠിനമായ വിയോജിപ്പുണ്ടെന്ന് കേട്ടു, ശരിയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ പാണ്ഡിത്യത്തെ ഒക്കെ അംഗീകരിക്കുമ്പോഴും താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്ര നിർമ്മാണവും പ്രോത്സാഹിപ്പിക്കുന്ന വിഗ്രഹാരാധനയും അസംബന്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ഈ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. തന്നെ വിമർശിക്കുന്ന വാഗ്ഭടാനന്ദനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു എന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. എന്നിട്ട് നാരായണ ഗുരു പറഞ്ഞു, എന്തായാലും താങ്കൾ ഇവിടെ വരെ വന്നല്ലോ, എൻ്റെ ശിഷ്യരോടൊക്കെ ഒന്ന് സംസാരിക്കണം. അപ്പോൾ വാഗ്ഭടാനന്ദൻ പറഞ്ഞു, അത് ഭംഗിയല്ല. താങ്കളുടെ ശിഷ്യരൊക്കെ താങ്കൾ പറയുന്നതാണ് ശരിയെന്ന് കരുതുന്നവരല്ലേ? അവരുടെ മുന്നിൽ വെച്ച് താങ്കളെ വിമർശിച്ച് സംസാരിക്കുന്നത് ശരിയല്ല, അതിനെന്നെ നിർബന്ധിക്കരുത്. അപ്പോൾ നാരായണ ഗുരു പറഞ്ഞ വാക്യം എന്താണെന്നറിയോ? താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം, അവർക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ വന്ന് പറയട്ടെ, വരൂ. അങ്ങനെ തന്നെ എതിർക്കുന്ന വാഗ്ഭടാനന്ദനെ തൻ്റെ ശിഷ്യർക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരാളെയാണ് നമ്മൾ കേരളത്തിൻ്റെ ഗുരു എന്ന് വിളിക്കുന്നത്. അതാണ് സംവാദം. അങ്ങനെ വാഗ്ഭടാനന്ദനെ കുറിച്ച് നാരായണ ഗുരു തന്നെയായിരുന്നു അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മുടെ ആശ്രമത്തിൻ്റെ ഒരു സുദിനമാണ്. നാം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഗ്രഹപ്രതിഷ്ഠയെക്കുറിച്ച്, ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് കഠിനമായി വിയോജിക്കുന്ന വാഗ്ഭടാനന്ദൻ എന്ന കുഞ്ഞിക്കണ്ണനാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. സംസാരിക്കാൻ വന്നപ്പോൾ വാഗ്ഭടാനന്ദൻ ഈ ഇരിക്കുന്ന നാരായണ ഗുരുവാണ്, കേൾക്കാതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യരാണെന്നൊന്നും അദ്ദേഹം നോക്കിയില്ല. തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു അദ്വൈത സന്യാസി എന്ന അർത്ഥത്തിൽ അദ്വൈത ദർശനപ്രകാരം താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അസംബന്ധമാണ് എന്ന് നാരായണ ഗുരുവിനെ ഇരുത്തി വിമർശിച്ച് സംസാരിച്ചു. സംസാരം കഴിഞ്ഞപ്പോൾ നാരായണ ഗുരുവിൻ്റെ ശിഷ്യരാരും സംതൃപ്തരായില്ല. തങ്ങളുടെ ഗുരുനാഥനെ പറ്റിയല്ലേ ഈ പറയുന്നത്. ഉടനെ അവരെഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇതിന് ഗുരു മറുപടി പറയണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം വീണ്ടും എഴുന്നേറ്റെന്ന് പറഞ്ഞു, കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് കുഞ്ഞിക്കണ്ണൻ്റെ അഭിപ്രായം, നിങ്ങൾക്കാർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ വന്ന് പറഞ്ഞോളൂ, ആരും തടയുന്നില്ലല്ലോ. എന്തൊരു വാചകാന്ന് ആലോചിച്ച് നോക്കൂ, ആരും തടയുന്നില്ലല്ലോ. അതാ പബ്ലിക് സ്പിയർ. അതാ. അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ശിവപ്രസാദ്, മുനി ശിവപ്രസാദ് എന്നറിയപ്പെടുന്ന അദ്ദേഹം വന്നു. ശിവപ്രസാദ് വന്നിട്ട് നാരായണ ഗുരു ചെയ്തുകൊണ്ടിരിക്കുന്ന വിഗ്രഹപ്രതിഷ്ഠയുടെയും ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയൊക്കെ ആശയം എന്താണെന്ന് അദ്വൈത ദർശനം ഉപയോഗിച്ച് തന്നെ സംസാരിച്ചു. അപ്പം രണ്ടഭിപ്രായമായി. ഉടനെ പറഞ്ഞു, രണ്ടഭിപ്രായം വന്ന സ്ഥിതിക്ക് ഗുരുവിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകൂ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം വീണ്ടും വന്ന് പറഞ്ഞു, കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് കുഞ്ഞിക്കണ്ണൻ്റെ അഭിപ്രായം, ശിവപ്രസാദ് പറഞ്ഞത് ശിവപ്രസാദിൻ്റെ അഭിപ്രായം. ഇനി നമ്മുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, അജ്ഞാനികൾക്ക് ശിവപ്രസാദ് പറഞ്ഞതും ജ്ഞാനികൾക്ക് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതും പ്രമാണം. കഴിഞ്ഞു. അതാണ്. അതേപോലെയാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്
എന്നായിരുന്നു നാരായണ ഗുരുവിൻ്റെ വാക്യം. അപ്പോഴാണ് നാരായണ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, യുക്തിവാദം. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ചില ശിഷ്യരെ പോയിട്ട് അദ്ദേഹത്തോട് സ്വകാര്യം പറഞ്ഞു, ഈ അയ്യപ്പനെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. അങ്ങ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുമ്പോൾ ദൈവം തന്നെ വേണ്ടെന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണെന്ന് സ്വകാര്യം പോയി പറഞ്ഞു. അപ്പോൾ അവരോട് നാരായണ ഗുരു എന്താ പറഞ്ഞതെന്നറിയോ? അയ്യപ്പൻ്റെ വാക്കിൽ ദൈവമില്ലെങ്കിലും പ്രവൃത്തിയിൽ ദൈവമുണ്ടെന്ന് കരുതി അങ്ങ് കൂടെ കൂട്ടിയാൽ മതി. അങ്ങനെ ഏത് യുക്തിവാദിയെയും കൂടെ കൂട്ടാൻ കഴിയുന്ന, തന്നെ എതിർക്കുന്ന അദ്വൈതവാദിയായിട്ടുള്ള വാഗ്ഭടാനന്ദനെ ചേർത്ത് പിടിക്കുന്ന ഒന്നാണ് പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, എനിക്ക് എൻ്റെ അഭിപ്രായം. ഈ സംവാദത്തിന് ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ? അതാ കഴിഞ്ഞ ദിവസം സഖാവ് VS അന്തരിച്ചപ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആൻ്റണി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഹിന്ദു പത്രത്തിൽ വന്നിരുന്നു. നിങ്ങളാരെയും വായിച്ചോന്നറിയില്ല. അദ്ദേഹം പറഞ്ഞത്, VSൻ്റെ പ്രസംഗങ്ങൾ കുട്ടിക്കാലം മുതലേ ഞാൻ വളരെ കൗതുകത്തോടു കൂടി കേട്ടിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ രാഷ്ട്രീയക്കാരനല്ല, എങ്കിലും ഞാനത് വളരെ കൗതുകപൂർവ്വം കേൾക്കാറുണ്ടായിരുന്നു. ഞാൻ കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് പലപ്പോഴും എനിക്ക് പോലും അക്കാലത്ത് വഴികാട്ടിയായി തീർന്നത് എന്ന് ആൻ്റണി പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം എന്തെങ്കിലും പാർലമെൻറ്റിലെ വലിയ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ AKGനോട് വന്ന് പറയും, ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോയി വരാം, അതുവരെ ഒന്നും പറയരുത്, കാരണം അങ്ങ് പറയുന്നത് എന്താണെന്ന് കേൾക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതാണ് നേരത്തെ സ്വരാജ് പറഞ്ഞ ഇന്ത്യയുടെ ജനാധിപത്യ സംസ്കാരം. ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനം പ്രതിപക്ഷമാണ്. കഥയമമ കഥയമമ കഥകൾ അതിസാദരം, കാകുൽസ്ഥ ലീലകൾ കേട്ടാൽ മതി വരാന്നാണ് പണ്ട് എഴുത്തച്ഛൻ പറഞ്ഞത്. അതേപോലെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം എത്ര കേട്ടാലും മതിവരാത്തൊരാനച്ചവിയുടെ പേരാണ് ജനാധിപത്യ സംവാദം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്താ? ഒരു രാജ്യം, ഒരു പാർട്ടി, ഒരു നേതാവ്, ഒരു നികുതി, ഒരു സിലബസ്, ഒരു ഉൽപ്പന്നം, ഒറ്റ റെയിൽവേ സ്റ്റേഷൻ എന്ന ജാതിയിലാണ്. എവിടെ പോയാലും ഒന്ന് 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 എന്നാണ് കേൾക്കുന്നത്. കോൺഗ്രസ് രഹിത ഭാരതമാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക. കൊറോണ വന്നപ്പോൾ ഈ രാജ്യം മുഴുവൻ സ്തംഭിച്ച സമയത്താണ് എത്രയോ നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയതെന്ന് നിങ്ങൾ കണ്ടു. കഴിഞ്ഞ പാർലമെൻറ്റിൽ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന പാർലമെൻറ്റിൽ, അതിനു മുമ്പ് ഭരിച്ച സമയത്ത്, മോദി ഭരിച്ച സമയത്തുള്ള പാർലമെൻറ്റിൽ 75% MP-മാരെ സസ്പെൻഡ് ചെയ്ത അത്യപൂർവമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഇത് പാർലമെൻറ്റിലെ സംവാദം. നേരത്തെ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ കാറിലിരുന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ ചാനലിലെ സംവാദങ്ങളെ പറ്റിയും പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലെ TV എടുത്ത് വിറ്റു. കാരണം എന്താ വെച്ചാൽ അതിൽ എനിക്ക് കാണാൻ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നണ്ടേ. PC ജോർജ് ഒരു ദിവസം ആരെങ്കിലും ഒരാളെ തെറി വിളിക്കും. അന്ന് അതാണ് ബ്രേക്കിംഗ് ന്യൂസ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെ കുറേ ആളുകൾ പരസ്പരം തെറി വിളിക്കണത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. തെറി വിളിക്കാത്ത ഏതെങ്കിലും ഒരു സംവാദം ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിവിടെ മാത്രമൊന്നുമല്ല, ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും വലിയ റേറ്റിംഗ് ഉള്ളത് ഏറ്റവും വലിയ തെറി വിളിക്കുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ സംവാദം എന്നത് വിവാദം പോലുമല്ല, അശ്ലീലമായിട്ടുള്ള ഒരു തരം ഏറ്റുമുട്ടലായി മാറിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാലോ, സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളുടെ ജാതി നോക്കി, നിങ്ങളുടെ മതം നോക്കിയാണ് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ, ഞാനൊരു പാവം പിടിച്ച മനുഷ്യനാണ്. ഞാൻ പൊതുവെ ആരോടും ഒരു തർക്കത്തിന്, സോഷ്യൽ മീഡിയ പോലും ഞാനില്ല, എനിക്ക് ഫേസ്ബുക്കില്ല, അങ്ങനത്തെ ഒരു ഏർപ്പാടുമില്ല. പക്ഷേ ഈ കഷ്ടകാലത്തിന് ഇതുപോലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് ആരെങ്കിലും ഇത് യൂട്യൂബിലിടും.
അപ്പം ഞാൻ ഇടയ്ക്ക് അതിൻ്റെ അടിയിലുള്ള കമൻ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒന്നിൽ താൻ എന്താടോ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ, പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് അയാൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ എന്നെ അപമാനിക്കാൻ അയാൾക്ക് എന്താണ് അധികാരം? പക്ഷേ ഇനി അത് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ എൻ്റെ ജാതി എന്താണ്, മതം എന്താണെന്നൊക്കെ അന്വേഷിക്കും. അങ്ങനെയാണ് മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ജാതി വിളിക്കാൻ പോലും മടിക്കാത്ത മനുഷ്യരാണ് കേരളത്തിലുള്ളത്. എന്ത് പബ്ലിക് സ്പിയറാണ് പിന്നെ ഇവിടെ ഉള്ളത്? ഒരു എതിരഭിപ്രായം, മുഖ്യമന്ത്രിയോട് എതിർപ്പുള്ളതിന് യാതൊരു വിരോധമില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ ഭരണത്തോടൊക്കെ നിങ്ങൾക്ക് എതിർപ്പുണ്ടാവാം. ആ എതിർപ്പ് പറയുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ജാതി വിളിച്ച്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജാതി വിളിച്ച് അധിക്ഷേപിക്കുന്ന സോഷ്യൽ മീഡിയ നിലനിൽക്കുന്ന ഒരു കാലാണിത്. അവിടെയാണോ നിങ്ങൾ ഈ പൊതുമണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? പൊതുമണ്ഡലം സംവാദാത്മകമായ ഏത് പ്രതിപക്ഷ ശബ്ദത്തെയും അത്രമേൽ ചേർത്ത് നിർത്തുന്ന ഒന്നിനെയാണ് പബ്ലിക് സ്പിയർ എന്ന് പറയാം. ആ തരത്തിലുള്ള ഒരു പബ്ലിക് സ്പിയർ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ പബ്ലിക് സ്പിയർ, പ്രൈവറ്റ് സ്പിയർ ഒരു മനുഷ്യൻ തന്നെ ആൾക്കൂട്ടമായി മാറുന്നു. ഈ ആൾക്കൂട്ടമായി തീരുന്ന മനുഷ്യർ കടന്നു വരുന്നതോടുകൂടി യുക്തിരഹിതമായ, ചരിത്രബോധമില്ലാത്ത, കാക്കഫോണി എന്ന് സാധാരണ പറയും, കാക്കക്കൂട്ടത്തിൽ കല്ലെറിഞ്ഞ മാതിരി എന്നർത്ഥം, അതുപോലുള്ള ഒരു പൊതുമണ്ഡലത്തിൽ വാസ്തവത്തിൽ സംവാദാത്മകവും സർഗാത്മകവും ജനാധിപത്യപരവുമായ യാതൊരു ഇടപെടലുകളും നടക്കുന്നില്ല. അത് തീർച്ചയായും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ ഇതാണ് RSSൻ്റെ മൂലധനം എന്ന് പറഞ്ഞത്. RSSൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചരിത്രബോധമില്ലാത്ത, സ്വകാര്യതകളില്ലാത്ത, ആൾക്കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൗരസമൂഹം. അതിനെ പിന്നെ പൗരസമൂഹം എന്ന് വിളിക്കാൻ പാടില്ല. പൗരസമൂഹത്തെ ആൾക്കൂട്ടമാക്കി മാറ്റി എങ്ങനെ അവരെ ഹിംസാത്മകമായ ഒരു പ്രത്യയശാസ്ത്രത്തിന് കീഴിൽ അണിനിരത്താം എന്നുള്ളതാണ് പ്രധാനം. ഇതിനെന്താണ് നമ്മുടെ കാലത്തെ ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. അത് KSEBയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്വകാര്യവൽക്കരണത്തിൻ്റെയൊക്കെ ഭീഷണി നിലനിൽക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സ്വകാര്യവൽക്കരണം എന്നതിൻ്റെ അർത്ഥം സ്വകാര്യ മൂലധനത്തിൻ്റെ കടന്നുവരവെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അല്ലാണ്ട് അതിന് ഞാൻ പറഞ്ഞ സ്വകാര്യതയായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. അതാ. അപ്പോൾ ഈ സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ സാമ്പത്തിക ഘടന നമ്മുടെ തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തൊഴിൽ എന്ന് പറഞ്ഞാൽ PSC ആണല്ലോ നമുക്ക് ആകെ ഉള്ളൊരു പ്രതീക്ഷ. സാധാരണ മനുഷ്യന്മാർക്ക് ആകെ പ്രതീക്ഷ ഈ PSC ആണ്. അത് എഴുതിയൊരു ജോലി കിട്ടിയുള്ള ഗുണം സ്ഥിരമായിട്ടുള്ളൊരു ശമ്പളം കിട്ടും, പെൻഷനാവുമ്പോൾ പെൻഷനും കിട്ടും. അങ്ങനെ നമുക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാം. അപ്പോൾ KSEBയിലെ ജോലിയായാലും ശരി, മാഷന്മാരെ പണിയായാലും ശരി, അവിടെ ചെന്നാൽ നമുക്ക് മടുപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും പലപ്പോഴും. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ്. എന്താണ് തൊഴിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏതായാലും ഈ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, ഈ 8 മണിക്കൂർ വിനോദം എന്നുള്ളത് കേരളത്തിൻ്റെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സത്യത്തിൽ ഈ 8 മണിക്കൂറാണ് നമ്മളെ പല മനുഷ്യന്മാരും ജീവിക്കണം. നമ്മൾ സാധാരണ യാത്രയപ്പൊക്കെ കൊടുക്കുമ്പോൾ, യാത്രയപ്പ് ഈ വെള്ളിയിൽ നമ്മൾ എന്താ പറയാറുള്ളത്? നമ്മുടെ രമേശൻ മാസ്റ്റർ ഈ വർഷം വിരമിക്കുകയാണ്, അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വലിയൊരു സമൂഹം പുറത്തു നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വിശ്രമരഹിതമായൊരു ജീവിതം ആശംസിക്കുന്നു. നമ്മളെപ്പോഴും പറയുന്നൊരു വാചകം അത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു അധ്യാപക സംഘടനയിലെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് റിട്ടയർമെൻ്റ് ഇല്ല. ഈ മാഷ് സ്കൂൾ വിട്ടാൽ സംഘടനാ പ്രവർത്തനം നടത്തും, അല്ലെങ്കിൽ ഗ്രന്ഥശാല പ്രവർത്തനം നടത്തും, പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പോകും. അതിനൊന്നും ഒരു 10 പൈസ ശമ്പളമില്ല എന്ന് മാത്രമല്ല, കയ്യിൽ നിന്ന് കീശയിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇയാൾ ഇതൊക്കെ ചെയ്യണത്. അതുവരെ TAയും Dയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഓഫീസിലിരുന്ന മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ കയ്യിലെ പണം എടുത്തിട്ട് ലൈബ്രറി പ്രവർത്തനം നടത്തുകയും ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അതെന്താ അതിൻ്റെ കാര്യം? അയാൾ സത്യത്തിൽ ആഹ്ലാദം അനുഭവിക്കുന്നത് DA കൂടുമ്പോഴല്ല, അയാൾ സത്യത്തിൽ ആഹ്ലാദം അനുഭവിക്കുന്നത് പുറത്തുള്ള ഈ പ്രവർത്തനത്തിലാണ്. ആ മനുഷ്യരാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ
വളരെ ഭദ്രമാക്കി നിലനിർത്തിയിരുന്നത് ഈ പറയുന്ന മിഡിൽ ക്ലാസ്. അതുകൊണ്ടൊരു പബ്ലിക്, നിങ്ങൾ ഈ അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ ആണല്ലോ, നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ് വാസ്തവത്തിൽ. മറ്റേ സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥിര വരുമാനമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ജീവിതം സുനിശ്ചിതമായ ഈ മധ്യവർഗം നമ്മുടെ നാട്ടിൽ ഈ നാരായണ ഗുരുവിൻ്റെയും നേരത്തെ പറഞ്ഞ ഈ പൊതുമണ്ഡലം രൂപീകരിക്കുന്നതിന് വേണ്ടി നടന്ന സകല സഹന സമരങ്ങളുടെയും പൈതൃകം, അതിൻ്റെ മുഴുവൻ ഹെറിറ്റേജ് ആവേശിച്ചെടുത്തത് ഈ മധ്യവർഗ. ആ മധ്യവർഗമാണ് സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ, ശാസ്ത്ര പ്രവർത്തനത്തിൻ്റെ, സാഹിത്യ കലാരംഗങ്ങളിലെ ഗ്രന്ഥശാല ഇതിൻ്റെയൊക്കെ മുന്നിൽ നിന്നത് ഇവരാ. ആ മധ്യവർഗത്തിന് ഇന്നിപ്പോൾ കേരളത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൂടി പറയാതെ നിവൃത്തിയില്ല. ആ മധ്യവർഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കാലത്ത് മധ്യവർഗത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ചിരുന്ന, അതിൻ്റെ നേതൃത്വത്തിൽ നിന്നിരുന്ന ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട മിക്കവാറും ആൾക്കാരുടെ മക്കളൊക്കെ ബാംഗ്ലൂർ ഫ്ലാറ്റായി, അമേരിക്കയിൽ ഫ്ലാറ്റായി, അതങ്ങനെ പോണത്. പണ്ട് ഞങ്ങളവിടെ ഒരു അമ്മൂമ്മ ഉണ്ട്, അമ്മൂമ്മ പറഞ്ഞത് ഒരു മോനുണ്ട്, മൂപ്പർക്കൊരു മോനുണ്ട്, ഓൻ ബാംഗ്ലൂർ ഫ്ലാറ്റായി. സത്യത്തിൽ ബാംഗ്ലൂർ പോയി ജോലി ചെയ്തിട്ട് അവിടെ ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത് താമസിക്കുക എന്നാണ് അമ്മൂമ്മ പറയണത്. ബാംഗ്ലൂർ ഫ്ലാറ്റായി, വേറൊരാൾ അമേരിക്കയിലും ഫ്ലാറ്റായി. ഇപ്പം നമ്മളെ മക്കളൊക്കെ ഇതുമാതിരി സ്വകാര്യ സർവകലാശാലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി മറ്റൊരു സമൂഹം, ഇതുവരെ മിഡിൽ ക്ലാസ് ആവാത്തൊരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. ദ ബേസിക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ഉൽപാദക വർഗം, കർഷകർ, തൊഴിലാളികൾ. അവരുടെ സ്ഥിതി എന്താ? അവരുടെ സ്ഥിതി, അവരുടെ മക്കൾ കഷ്ടപ്പെട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്ന് പഠിക്കും. അവർക്ക് കിട്ടുന്ന ജോലീൻ്റെ സ്വഭാവം എന്താ? ഇപ്പം കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറേ കുട്ടികൾ ഒരു കമ്പനി വന്ന് ഇൻ്റർവ്യൂ നടത്തിയാണ്ട് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എല്ലാവർക്കും ജോലി ചെയ്യും. 3 മാസം കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ തിരിച്ചു വാങ്ങിയിട്ട് പോയി കൊളംബർ. ഒരു സിനിമയിലുണ്ടല്ലോ, കൊച്ചിൻ ഹനീഫ സ്പാനർ കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ റെസിഗ്നേഷൻ ലെറ്ററായിട്ട് കണക്കാക്കി വന്നിട്ട് തിരിച്ചു കൊടുക്കില്ല എന്ന മാതിരി കമ്പ്യൂട്ടർ തിരിച്ചു കൊടുത്താൽ പണി കഴിഞ്ഞു. നിങ്ങൾ പറയുന്ന ഒരു സുരക്ഷിതത്വം ഇല്ലെന്ന് മാത്രമല്ല, എപ്പോഴും ഏത് കാലം വരെ തൊഴിലുണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റാത്ത വിധം അനിശ്ചിതമായൊരു തൊഴിലാളി വർഗത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. 24 മണിക്കൂറും ജോലി ചെയ്താലും അവർക്ക് ജീവിക്കാനുള്ള വരുമാനം പോലും കിട്ടുന്നില്ല. TCS എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് 50,000 തൊഴിലാളികളെയാണ് പിരിച്ചുവിട്ടത്. അപ്പോൾ ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാർ അപമാനവും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയും, ഈ ചെറുപ്പക്കാർക്ക് ഒന്നിലും താല്പര്യമില്ല. ചെറുപ്പക്കാർക്ക് എങ്ങനെയാണ് താല്പര്യം ഉണ്ടാവുക? അവരുടെ ജീവിതം അത്രമാത്രം അനിശ്ചിതത്വത്തിലാണ്, അരക്ഷിതാവസ്ഥയിലാണ്. ഈ മിഡിൽ ക്ലാസ് പണ്ട് ഗ്രന്ഥശാല സംഘം നയിക്കുമ്പോൾ, ഇപ്പം എന്നോടൊക്കെ പലരും പറഞ്ഞ മാഷെ, പ്രസംഗത്തിനൊക്കെ മാഷ വിളിച്ചാൽ കേൾക്കാൻ മാഷമാരിലുള്ള ആൾക്കാരുണ്ടോ? സ്വാഭാവികം. ഈ ചെറുപ്പക്കാർക്ക് പ്രസംഗം വന്നിരുന്ന് കേൾക്കാനുള്ള സമയമില്ല, അതിനുള്ള മനസാന്നിധ്യമില്ല. ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ വന്നിരിക്കണത് എന്താ? ആ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടുണ്ട്, സമാധാനമാണ് വീട്ടിലെ കാര്യം, അതുകൊണ്ടാണ് വന്നിരിക്കണത്. ആ തൊഴിൽ സംസ്കാരം ഇല്ലാതെ അതിൻ്റെ ഭാഗമായി ഈ പൊതുമണ്ഡലത്തിനകത്ത് യുവത്വം എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. ആ യുവാക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അവർ പല ലഹരികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു ലഹരി വർഗീയതയാണ്. അതാ മുമ്പ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ മുദ്രാവാക്യം വിളിച്ച് കുട്ടികൾ ഇങ്ങനെ പോവുക, നല്ല ആവേശഭരിതമായിട്ട്. ഒരു പൊതുജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ ഏറ്റവും അവസാനം പോണൊരു പയ്യൻ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പറയണം, ഇത് നല്ല വൈബുള്ളൊരു പരിപാടിയല്ലേ. അപ്പം ഞാൻ ആലോചിച്ച്, ഇതേമാതിരി വൈബുള്ളൊരു പരിപാടി അപ്പുറത്ത് RSSകാരുണ്ടാക്കിയാൽ അതിൻ്റെ പിന്നാലും ചിലപ്പോൾ അയാൾ പോയി എന്ന് വരും. കാരണം ഇതെന്താ പരിപാടി എന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പൊതുമണ്ഡലത്തിൻ്റെ തകർച്ച എങ്ങനെയാണ് വർഗീയത വിഴുങ്ങുന്നത്, വർഗീയത എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ 1000 വഴികളിലൂടെയാണ്. എനിക്കതിൽ 1-2 കാര്യങ്ങളെ പറയാൻ പറ്റിയിട്ടുള്ളൂ. സൂക്ഷ്മമായി ആലോചിച്ചാൽ സ്വരാജ് പറഞ്ഞതിനേക്കാൾ ഭീകരമായൊരു തകർച്ചയുടെ വക്കിലാണ് നമ്മൾ തന്നെ ഒരു ആൾക്കൂട്ടമായി മാറുന്നു. വ്യക്തി എന്ന നിലയ്ക്കുള്ള നമ്മുടെ സ്വതന്ത്ര നില, നമ്മൾ പലപ്പോഴും വിചാരിക്കണം ഞാൻ ഭയങ്കര ചിന്തിക്കുന്ന സ്വതന്ത്ര വ്യക്തിയാണെന്നാണ്. പക്ഷേ സത്യത്തിൽ അയാളൊരു സ്വതന്ത്ര വ്യക്തിയല്ല. ഏതൊക്കെയോ ആശയങ്ങളാൽ അയാൾ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. മാധ്യമങ്ങൾ ആ ധർമ്മം കൈയൊഴിഞ്ഞിരിക്കുന്നു. യുവാക്കളിലേക്ക് ഈ ആശയങ്ങൾ എത്തുന്നില്ല. അവരെ മുഴുവൻ സാമ്പത്തികമായ പ്രതിസന്ധികൾ വലിയ തോതിൽ അരക്ഷിതരാക്കുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള സമരങ്ങളിലൂടെ നമുക്ക് ഈ സംസ്കാരത്തെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും എന്നത്
ഈ സെക്കുലർ സംസ്കാരത്തെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുമെന്നത് ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏതെങ്കിലും പാർട്ടികളുടെയോ കക്ഷികളുടെയോ മാത്രം പ്രശ്നമല്ല, ഒരു സമൂഹത്തിൻ്റെ അതിജീവനമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യാപകൻ്റെ ആ ഒരു കൗശലത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ വിഷയം അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ മാഷ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പൊതുമണ്ഡലത്തെ വർഗീയത വിഴുങ്ങുന്നു, അല്ലെങ്കിൽ ആ നിലയിലേക്ക് ചിന്തിക്കുമ്പോൾ പൊതുമണ്ഡലത്തിലെയും ആ പൊതുമണ്ഡലത്തെ രൂപീകരിക്കുന്നതിൽ സ്വകാര്യ മണ്ഡലം എന്നുള്ള രീതിയിൽ നമ്മളെയൊക്കെ ചുറ്റുമുള്ള ആ സാഹചര്യത്തെ അത് കൃത്യമായി മാഷ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു താക്കീതും നമുക്ക് മാഷ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ പൊതുമണ്ഡലത്തെ കാത്തു സൂക്ഷിക്കുമ്പോൾ അതിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ സ്വകാര്യ മണ്ഡലം എന്നുള്ളത് അതേപോലെ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ സ്വരാജ് സൂചിപ്പിച്ച RSSന്റെ 100 വർഷങ്ങൾ, ആ RSSന്റെ 100 വർഷങ്ങളുടെ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ പറയുന്ന പൊതുമണ്ഡലത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതിനേക്കാളും സ്വകാര്യ മണ്ഡലത്തിലേക്കാണ് കഴിഞ്ഞ 100 വർഷങ്ങളിൽ RSS പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാൻ കഴിയും. പാർലമെന്റിൽ 2 അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനം അത് ഇന്ത്യയുടെ ഭരണാധികാരത്തിലേക്കും ദീർഘകാലം അതിൽ തുടരുന്നതിലേക്കും ഇടവരുത്തിയത് ഈ പറയുന്നത് പോലെ നമ്മളുടെ മനുഷ്യന്റെ ഓരോ വ്യക്തിയിലേക്കും വിഷം ആഴ്ന്നു ചെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തന രീതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് കൊണ്ടാണ്. മാഷ് പറഞ്ഞത് വലിയൊരു ആശങ്കയാണ് മാഷ് ഇവിടെ പറഞ്ഞത്. ഈ ആശങ്ക പല വിഖ്യാതരായ കവികളും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്നെ നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവേണ്ടത്. പലപ്പോഴും നമ്മളറിയാതെ നമ്മളിലേക്ക് വിഷം പോലെ കടന്നു വരുന്ന ഒരു ചിന്ത, ആ നിലക്ക് നമ്മളറിയാതെ നമ്മളിലേക്ക് പരിവർത്തനമുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുമ്പോൾ മാഷ് പറഞ്ഞ ആ സ്വകാര്യ മണ്ഡലം മാലിന്യമില്ലാത്ത ഒരു സ്വകാര്യ മണ്ഡലമായിട്ട് മാറും. ആ സ്വകാര്യ മണ്ഡലം ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല ഒരു പൊതുമണ്ഡലം നമുക്കുണ്ടാക്കാൻ പറ്റും. ആ പൊതുമണ്ഡലം ആ നിലയ്ക്ക് ഉണ്ടായി വരുമ്പോൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ സെമിനാറിന്റെ മുഖ്യ വിഷയമായ വർഗീയതയെ അത് നമ്മെ കാർന്നു തിന്നാതെ, അത് നമ്മെ വിതുങ്ങാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. അങ്ങനെ സൂക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നേരത്തെ സ്വരാജ് പറഞ്ഞിട്ടുണ്ട്, 24-ൽ BJP ഇന്ത്യയിൽ അവരുടെ ഭരണാധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിലല്ല, കുറെ കൂടി MP-മാരുടെ പിന്തുണയോടുകൂടിയാണ് വന്നിരുന്നത് എങ്കിൽ, അങ്ങനെ വന്നിരുന്നത് എങ്കിൽ നിശ്ചയമായും ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറും. ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറിയാൽ എന്തു സംഭവിക്കും എന്നുള്ളത് നമുക്ക് പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്തുണ്ടാവും. ഈ സാഹചര്യത്തിലേക്ക് രാജ്യം പോവാതിരിക്കാൻ നമ്മൾ കാവലാളായി നിൽക്കണം. നേരത്തേതാണ് മാഷ് സൂചിപ്പിച്ചത്. ഇതിൽ കുറെ കൂടി കാര്യങ്ങൾ അറിയുന്ന, കുറെ കൂടി ആളുകളുമായി സംവദിക്കാൻ ശേഷിയുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് ഈ വർഗീയതയെ അകറ്റി നിർത്തുവാൻ, വർഗീയതയെ നമ്മുടെ പൊതുമണ്ഡലത്തിലേക്ക് പ്രവേശനമില്ലാതെ മാറ്റി നിർത്തുവാൻ അതിന് പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ പ്രാപ്തരാക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരെ പ്രാപ്തരാക്കുക. ആ ലക്ഷ്യത്തിലേക്ക് സംഘടനാപരമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം കൂടിയായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. സംഘടനാ പ്രവർത്തനത്തിൽ സംഘടന മുന്നോട്ട് വെക്കുന്ന നിരവധിയായ പരിപാടികളിൽ ഈ പൊതുമണ്ഡലത്തെ കാർന്നു നിന്ന വർഗീയതയുൾപ്പെടെയുള്ള വിപത്തുകളെ തടഞ്ഞു നിർത്തുക എന്നുള്ളതും കൂടിയുണ്ട്. ആ ഒരു അർത്ഥത്തിൽ ഈ സമ്മേളന വർഷത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന, നമ്മൾ കരുതലോടെ ഇരിക്കേണ്ടുന്ന ഒരു വിഷയമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മളെ സ്വരാജും മാഷും ഒക്കെ നിർദ്ദേശിച്ച രീതിയിൽ
നമുക്ക് നമ്മളെ തന്നെ പ്രാപ്തരാക്കി നിർത്താം. അതിനുള്ള ഒരു ശ്രമമായിട്ട്, അതിനുള്ളൊരു തുടക്കമായിട്ട് ഇന്നത്തെ ഈ സെമിനാർ മാറിയിട്ടുണ്ട്. മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവരെയും KCB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിഷയങ്ങൾ വളരെ മനോഹരമായി ഒരു അധ്യാപകൻ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്ന അനിൽ മാഷിന് സംഘടനയുടെ അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സലീമിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, KCB ഓഫീസേഴ്സ് അസോസിയേഷൻ 24ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന പൊതുമണ്ഡലത്തെ വിഴുങ്ങുന്ന വർഗീയത എന്ന സമകാലിക ഇന്ത്യ നേരിടുന്ന ഒരു വിഷയത്തെ വളരെ സമഗ്രമായി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയം നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് നമുക്ക് മുന്നിൽ ഈ വിഷയത്തെ ആധികാരികമായി സംസാരിച്ചത്. ഈ വിഷയം ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ഈ ഉദ്ഘാടകൻ M. സ്വരാജ്, മുൻ MLA-യും പാർട്ടിയുടെ സമുന്നത നേതാവുമായിട്ടുള്ള M. സ്വരാജ് MLA-ക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ സംഘടനയുടെയും അതുപോലെ തന്നെ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരണമായി അതിൽ കൂടുതലായിട്ട് സാംസ്കാരിക മേഖല, പൊതുമണ്ഡലത്തിൽ സാംസ്കാരിക മേഖലയുടെ പ്രാധാന്യമെന്ത് എന്ന രീതിയിലേക്ക് നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന അനിൽ ചേലാമ്പ്ര സാർ, അദ്ദേഹത്തിന് സംഘടനയുടെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ ചടങ്ങ് ഇത്രയും ഭംഗിയായി നടത്താൻ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള പൊതുപ്രസ്ഥാനം, അതേപോലെ തന്നെ സർവീസ് സംഘടനാ മേഖലയിലുള്ള നേതാക്കന്മാർ, പ്രത്യേകിച്ച് NGO യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി VK രാജേഷ് സാറ്, അതേപോലെ തന്നെ മറ്റു പൊതുസംഘടന DYFI പോലുള്ള SFI പോലുള്ള സംഘടനയിലെ പ്രവർത്തകർ, നേതാക്കന്മാർ, അതേപോലെ ഈ വിഷയം ഇന്ത്യ നേരിടുന്ന ഈ സമകാലിക ഇന്ത്യ നേരിടുന്ന ഒരു വലിയ വിഷയം കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു.